അവിടെ ഇട്ടുകൊടുത്തിരിക്കുകയാണ്. ആ മറ മാറ്റപ്പെടുന്ന സമയം പിന്നെ ഈ ലോകം വിട്ടു പോവേണ്ട സമയവുമാണ്. നേർക്കുനേർ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത ഒരു മറ, ആ മറയ്ക്കപ്പുറം നിന്നുകൊണ്ട് ശരീരകോശങ്ങൾ ഇതിനെ കാണുന്ന രംഗം. മലക്കുൽ മൗത്ത് മനുഷ്യരെ നോക്കാറുണ്ട്. ശരീരത്തിലേക്ക് ഇറക്കപ്പെട്ട മുള്ളുകളാൽ കൊളുത്തപ്പെട്ട നാടുകൾ പുറത്തേക്ക് വലിക്കുമ്പോഴുള്ള വേദന. ഹദീസും ഒരു പണ്ഡിതാഭിപ്രായവും കൂട്ടി വായിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരു മരണം നേർക്കുനേർ കാണാൻ പോവുകയാണ്. വളരെ പ്രഗത്ഭനായ ഒരു ഫുട്ബോൾ കളിക്കാരൻ 2004 ജനുവരി 25 ലോകത്തോട് വിട പറഞ്ഞ മൈക്ലോസ് ഫെഹർ, ഹംഗേറിയൻ ഫുട്ബോൾ പ്ലെയർ, അദ്ദേഹം ലോകത്തോട് വിട പറയുന്ന കാഴ്ച കണ്ടാൽ ഈ ഹദീസും പണ്ഡിതാഭിപ്രായവും കൂടി കൂട്ടി വായിച്ചുകൊണ്ടൊരു നിഗമനത്തിലെത്താൻ ബുദ്ധിയുള്ളവർക്ക്, ചിന്തിക്കുന്നവർക്ക് സാധിക്കും എന്ന് ബോധ്യപ്പെടുത്തുന്ന വീഡിയോ ക്ലിപ്പിംഗ്. വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഒരു ക്ഷീണം തോന്നിയിട്ട് രണ്ട് കൈയും മുട്ടിൽ കുത്തി, മുട്ടിന്മേൽ രണ്ട് കൈയും വെച്ചിട്ട് മുസ്ലിമീങ്ങളൊക്കെ നിസ്കരിക്കാൻ റുക്കുവിൽ നിൽക്കുന്നത് പോലെ നിൽക്കുകയാണ്. കുഴഞ്ഞു വീണു മരിച്ചു എന്നൊക്കെ എത്രയോ ലാഘവത്തിലാണ് പത്രത്തിൽ ഏതെങ്കിലും ഒരു പേജിൽ ഒരു മൂലയ്ക്ക് വരുന്നത്. അതിലേറെ ലാഘവത്തോടെ നാം അതൊക്കെ വായിച്ചു വിടുന്നു. അനുഭവിക്കുന്നവന് യുഗാന്തരങ്ങളോളമുള്ള വേദനയാണത് സമ്മാനിക്കുന്നത് കേട്ടോ. കുഴഞ്ഞു വീണു മരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് നാം ചിന്തിക്കേണ്ടത്? കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ഷീണം തോന്നിയിട്ടൊന്ന് കുനിഞ്ഞു നിൽക്കുന്നു, പിന്നീട് നിവർന്നു നിൽക്കുന്നു. നിവർന്നതും നേരെ പുറകോട്ട് 180 ഡിഗ്രി വെട്ടിയിട്ട തടി പോലെ നേരെ പുറകിലോട്ട് മറിഞ്ഞു വീഴുന്ന മൈക്ലോസ് ഫെഹർ. നേരെ പുറകോട്ട്. ഏതൊരു മനുഷ്യനും നിൽക്കുന്ന നിൽപ്പിൽ നേരെ പുറകോട്ട് വീഴുമ്പോ വീഴ്ചയുടെ ആഘാതം ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു കൈയൊന്ന് കുത്തും. ഒരു കൈ പോലും കുത്താൻ പറ്റാതെ, ഇതൊന്നും എന്റെ നിയന്ത്രണത്തിലല്ല എന്ന് ബോധ്യപ്പെടുത്തി, ഞാൻ തലതല്ലിയോ പുറംതല്ലിയോ വീണാലും എനിക്കുണ്ടാകുന്ന വേദന ഒന്നുമല്ല, അതിലേറെ വലിയ വേദനയിലാണ് ഞാനിപ്പോഴുള്ളത് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ കഠിനമായ വലിയുള്ളിൽ നടക്കുന്നുണ്ടെന്ന് തോന്നുന്ന മാതിരി ഒരു ഇംഗ്ലീഷ് മ്യൂസിക്കിന്റെ ബാക്ക്ഗ്രൗണ്ടോടുകൂടി മൈക്ലോസ് ഫെഹറിന്റെ മരണം ഇന്നും ലോകത്ത് നിരവധി ആളുകൾ ഇന്റർനെറ്റിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ അന്ന് നേർക്കുനേർ ഗാലറിയിൽ ഇരുന്ന് കണ്ട മരണം. കൂട്ടുകാരൊക്കെ പൊട്ടിക്കരച്ചിലാണ്, തലതല്ലിക്കരച്ചിലാണ്. മിനിറ്റുകൾക്ക് മുൻപ് ജീവനോടെ സന്തോഷത്തോടെ ഞങ്ങളുടെ കൂടെ കളിക്കളത്തിൽ ഉണ്ടായിരുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകൻ, സഹകളിക്കാരൻ, അദ്ദേഹം ഇന്ന് ജീവച്ഛവമായി കിടക്കുന്നു, അഥവാ നിമിഷങ്ങൾക്കുള്ളിൽ മരണപ്പെടാൻ പോകുന്നു, അഥവാ മരിച്ചു കിടക്കുന്നു. ഈ രംഗത്തേക്ക് നിമിഷങ്ങൾ കൊണ്ട് ആ വിഷയത്തിലേക്ക് എത്തിച്ചേരുന്ന രംഗം, പിന്നീട് ആ മനുഷ്യനെ ലോകത്തോട് വിട പറയുന്ന രംഗം, കൊണ്ടുപോകുന്ന രംഗം. From those around I hear a cry എന്ന് തുടങ്ങുന്ന വരികളോടെ ഏതോ ചുറ്റുഭാഗത്തു നിന്നും ഞാനൊരു കരച്ചിൽ കേൾക്കുന്നു എന്നങ്ങ് തുടങ്ങിയിട്ട് ആ റൂഹിനെ പിടിക്കുന്ന രംഗത്തെ വളരെ സുന്ദരമായ ശൈലിയിൽ അവതരിപ്പിക്കുകയാണ്. A chill wind begins to blow within my soul from head to toe. ഒരു നനുത്ത കാറ്റ് വീശിയടിക്കുന്നതായി എനിക്ക് തോന്നി. Within my soul, എന്റെ ആത്മാവിന്റെ ഉള്ളിലേക്ക്, from head to toe, അടി മുതൽ മുടി വരെ എന്നിങ്ങനെയുള്ള വരികളോടെ മൈക്ലോസ് ഫെഹർ ലോകത്തോട് വിട പറയുന്ന രംഗം. അതിന്റെ അവസാനത്തിലെത്തുമ്പോൾ കാണാം, all are crying, all are crying. എല്ലാവരും കരയുകയാണ്, എല്ലാവരും കരയുകയാണ്. But they don't know. പക്ഷേ അവർക്കറിയില്ലല്ലോ, I am crying the worst. ഞാൻ അതിനേക്കാളേറെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന്, ഞാൻ അതിനേക്കാളേറെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ചുറ്റുഭാഗത്തു നിന്ന് കരയുന്നവർക്കറിയില്ലല്ലോ എന്നൊരു ജനാസ പറയുന്ന രംഗം. മൈക്ലോസ് ഫെഹറിന്റെ മരണത്തിന്റെ അവസാന രംഗം.
It's true, but it's too late. ഇത് സത്യമാണ്, but it's too late. സമയം ഒരുപാട് അതിക്രമിച്ചു കഴിഞ്ഞു. They said, അവർ പറഞ്ഞു, each soul has its given date. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങളെ വ്യക്തമാക്കുന്ന തരത്തിൽ വളരെ സുന്ദരമായ വരികളോടുകൂടി ഒരുവന്റെ ലോകത്തോടുള്ള വിടപറയൽ നാം കണ്ടെങ്കിൽ, കൂട്ടത്തിൽ നിന്ന് അവരുടെ വിഷമങ്ങൾ നാം മനസ്സിലാക്കിയെങ്കിൽ, ഏതൊരു മനുഷ്യനും ഏത് സമയത്തും എപ്പോഴും എങ്ങനെയും സംഭവിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് മരണം. സാഹിത്യഭാഷയിൽ, നോവലുകളിൽ വായിച്ചാൽ കാണാം, രംഗബോധമില്ലാത്ത കോമാളിയാണ് മരണം എന്ന പ്രതിഭാസം. ഈ പ്രതിഭാസം എപ്പോൾ വരണം, എങ്ങനെ വരണം, ഏത് രീതിയിൽ വരണം, എവിടെ വെച്ചു വരണം, സാഹചര്യവും പ്രശ്നവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മേഖലയും സദസ്സും, ഇതൊന്നും ഈ പ്രതിഭാസത്തിനൊരു പ്രശ്നമല്ല. ഇതിനേക്കാൾ ഏറെ ഗൗരവത്തോടെ നാം ചിന്തിക്കേണ്ടതും ഇരുത്തി മനസ്സിലാക്കേണ്ടതുമായ രണ്ടാമത്തെ മരണമാണ് ഒരു അറേബ്യൻ ഫുട്ബോൾ കളിക്കാരന്റെ മരണം. കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ബോൾ തട്ടാൻ വേണ്ടിയിട്ട് ഉയർന്നങ്ങ് പൊങ്ങുന്ന ആ മനുഷ്യൻ പിന്നീട് നല്ലൊരു പൂവൻ കോഴിയെ അറുത്തിട്ടാൽ കിടന്ന് പിടയ്ക്കുന്നത് പോലെ മണ്ണിൽ കിടന്നങ്ങ് പിടച്ചുകൊണ്ട് മരിക്കുന്ന രംഗം എത്രയോ ഗൗരവമാണ്, എത്രയോ തീക്ഷണമാണ്. ഇനി അങ്ങ് കാണാൻ പോകുന്ന വീഡിയോ ക്ലിപ്പിംഗിന്റെ തീവ്രത അതേ അർത്ഥത്തിൽ എന്റെ പ്രിയപ്പെട്ടവർക്ക് ഉൾക്കൊള്ളാൻ പറ്റണമെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നമുക്കറിയാം, നാം ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും വിഴുങ്ങുന്ന സമയത്ത് നമുക്ക് ശ്വസനം നടക്കുന്നില്ല. ഇന്നലെ നാം ആ വിഷയം ചർച്ച ചെയ്തു. വിഴുങ്ങുന്ന സമയത്ത് ശ്വസിക്കാൻ പറ്റിയ ആരും ലോകത്തില്ല. വിഴുങ്ങുന്ന സെക്കൻഡിൽ ശ്വസനം തടസ്സപ്പെടുകയാണ്. നിങ്ങൾ ഈ വീഡിയോ ക്ലിപ്പിംഗ് കാണുന്നതിന് തൊട്ട് മുൻപ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ശ്വാസം മുഴുവനും പുറത്തേക്ക് വിട്ട്, മുഴുവൻ ശ്വാസവും പുറത്തേക്ക് വിട്ട് ഭക്ഷണം വിഴുങ്ങുന്ന, വെള്ളം വിഴുങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചുകൊണ്ട് ശ്വാസത്തെ തടഞ്ഞു നിർത്തണം. പിന്നെ ശ്വാസം എടുക്കരുത്. മുഴുവൻ വായുവും പുറത്തേക്ക് വിട്ട് വിഴുങ്ങുന്നത് പോലെയുള്ള പോയിന്റിൽ ശ്വാസത്തെ തടസ്സപ്പെടുത്തി അങ്ങ് നിന്നാൽ ഒരു 10 സെക്കൻഡ് നേരത്തേക്ക് ഇങ്ങനെ ഇരിക്കുക. 11ാമത്തെ സെക്കൻഡിൽ ശ്വാസം വലിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് കരുതുക. എന്തു പറ്റും? 10 സെക്കൻഡ് കഴിയുമ്പോൾ ശ്വാസം എടുക്കാൻ നോക്കും, കിട്ടുന്നില്ല. ഇരിക്കുന്നവൻ എഴുന്നേൽക്കും. എഴുന്നേറ്റിട്ട് ശ്വാസം എടുക്കാൻ നോക്കും, പറ്റുന്നില്ല. പിന്നെ നടക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, കിട്ടുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നോടും, കിട്ടുന്നില്ല. ഒരിറ്റു പ്രാണവായുവിന് വേണ്ടി 1 മിനിറ്റ് അങ്ങ് കഴിയുന്നതോടെ വീണ്ടും കിട്ടില്ല എന്നുറപ്പാകുന്നതോടെ ഭൂമിയിൽ കിടന്നങ്ങ് പിടയ്ക്കുകയാണ്. അതിന്റെ സൈഡ് എഫക്റ്റുകൾ ശരീരം അറിയുകയാണ്. സകലമാന കോശങ്ങളും ആ വേദന അറിയുകയാണ്. ഭൂമിയിൽ കിടന്നു പിടയ്ക്കുന്നു. വലിച്ചു ഊരിയെടുത്തിട്ട് പോയിക്കൊണ്ട് ശരീരത്തെ ഫ്രീ ആക്കുന്നില്ല. എന്നാൽ എടുത്ത സാധനം തിരിച്ചു നൽകിയിട്ടൊരു പ്രാണവായു ഒരു തവണ എടുക്കാൻ ഒരു അവസരവും കൊടുക്കുന്നുമില്ല. രണ്ടിനുമിടയിലേക്ക് ഒരു മനുഷ്യനെ കുടുക്കിക്കളയുന്ന രംഗത്തിന്റെ തീവ്രത എന്താ! ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോ ബോൾ തട്ടാൻ ഉയർന്നങ്ങ് പൊങ്ങുന്ന കളിക്കാരൻ പിന്നെ കാല് നിലത്ത് കുത്തുന്നതോടെ പിടുത്തം തുടങ്ങി. പൂവൻ കോഴിയെ അറുത്തിട്ടതുപോലെ കിടന്ന് പിടയ്ക്കുകയാണ്, തെറിച്ചു വീഴുകയാണ്. മുട്ടുകാലിൽ ഇരുന്നിട്ട് തലമടക്കിയിട്ട് നേരെ ഗ്രൗണ്ടിൽ മുട്ടിക്കുകയാണ്. ശരീരത്തിലെ മാംസപേശികൾ വലിയുകയാണ്. ആ വലിയൽ കൊണ്ടുള്ള ഒന്നുമല്ല, എനിക്ക് പ്രാണവായു കിട്ടേണ്ട വേദനയാണ് വലുത് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ ലോകത്തോട് ഒരു ഫുട്ബോൾ കളിക്കാരൻ വിട പറഞ്ഞ രംഗം നാം മുൻനിർത്തി ചിന്തിക്കണം.
അല്ലാഹു കഠിനമായ പിടുത്തത്തിൽ തൊട്ട് നമ്മയൊക്കെ രക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവർ ചിന്തിക്കണം, ഇതൊക്കെ കാണുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിന്റെയൊക്കെ വേദന മനസ്സിലാക്കാൻ ഒരുപക്ഷെ പറ്റിയെന്ന് വരില്ല. ഒരു മനുഷ്യന്റെ റൂഹിനെ പിടിക്കാൻ വേണ്ടിയിട്ട് മലക്കുൽ മൗത്ത് കടന്നു വരുന്നതിന് തൊട്ട് മുൻപ് 4 മലക്കുകൾ അവന്റെ അരികിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് അവർ അവന് മുന്നറിയിപ്പ് കൊടുക്കുന്നു, ഞാൻ ഈ പ്രപഞ്ചം മുഴുവനും അന്വേഷിച്ചു, നീ കഴിക്കേണ്ടതായി രേഖപ്പെടുത്തിയ ഒരു ധാന്യമണിയും കണ്ടില്ല. ഞാനിവിടെ മുഴുവനും പരതി, നീ കുടിക്കേണ്ടതായി രേഖപ്പെടുത്തപ്പെട്ട ഒരു തുള്ളി വെള്ളവും ഞാൻ കണ്ടില്ല. ഞാൻ ഈ പ്രപഞ്ചം മുഴുവനും അന്വേഷിച്ചു, നീ ശ്വസിക്കേണ്ടതായി രേഖപ്പെടുത്തിയ ഒരിറ്റു പ്രാണവായുവും ഞാൻ കണ്ടില്ല. നിനക്ക് തിരിച്ചു പോകാൻ സമയമായി. ഈ മുന്നറിയിപ്പ് അങ്ങ് കൊടുക്കുന്നതോടെ തൊട്ടുപുറകെ കടന്നു വരികയാണ് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം. പേര് വിളിച്ചങ്ങ് നിന്നിട്ട് തലയുടെ ഭാഗത്തേക്ക് നീങ്ങുകയാണ്. തലയുടെ ഭാഗത്തേക്ക് നീങ്ങിയിട്ട് കാൽക്കൽ നിന്നും മുകളിലേക്ക് റൂഹ് വലിക്കുകയാണ്. മുകളിലേക്ക് വലിയുന്ന റൂഹ് നെഞ്ചിലൂടെ തൊണ്ടക്കുഴിയെത്തിയിട്ട് പിന്നീട് കണ്ണുകളിൽ എത്തി നിൽക്കുന്നു. കണ്ണുകളിലൂടെ ആ റൂഹ് മലക്കുൽ മൗത്തിന്റെ കരങ്ങളിലേക്ക് പിരിയുന്നു. ആ കണ്ണുകൾ അപ്പോൾ ആ റൂഹിനെ പിന്തുടരും. കണ്ണുകൾ റൂഹിനെ പിന്തുടരും. സയ്യിദ്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, കണ്ണുകൾ റൂഹിനെ പിന്തുടരും. ഈ ഹദീസ് എത്രത്തോളം വ്യക്തമായി നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ അടുത്ത സമയത്ത് തൃശൂർ ജില്ലയിൽ തന്നെ പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ലോകത്തോട് വിട പറഞ്ഞ എം.എൻ. വിജയൻ എന്ന വ്യക്തിത്വം കണ്ണുകൾ റൂഹിനെ പിന്തുടരും പത്രസമ്മേളനത്തിനിടയിൽ കുടഞ്ഞു വീണ് മരണപ്പെടുമ്പോൾ ചാനലുകൾ മുഴുവനും ഒപ്പിയെടുത്ത ചിത്രം കണ്ണുകൾ റൂഹിനെ പിന്തുടരും. ഹദീസ് എത്ര വ്യക്തം. തൊട്ടുപുറകിൽ സമയം അറിയിച്ചുകൊണ്ട് മലക്കുൽ മൗത്ത് എത്തിയിരിക്കുന്നു എന്ന ധാരണ കൂടി ഉണ്ടെങ്കിൽ ഗൗരവം മനസ്സിലാകും. കണ്ണുകൾ റൂഹിനെ പിന്തുടരും. സീയിങ് ഇസ് ബിലീവിംഗ്. കാണലാണ് വിശ്വസനീയം. എന്റെ പ്രിയപ്പെട്ടവർ ചിന്തിക്കൂ. വളരെ വ്യക്തമായി പല കാര്യങ്ങളും പല മരണങ്ങളും അതിന്റെ പ്രത്യേകതകളും നാം ശാസ്ത്രീയ വസ്തുതകളിലൂടെ അറിയുകയും നേർക്കുനേർ കാണുകയും ചെയ്യുന്നു. ഒരു മനുഷ്യന്റെ മരണം കണ്ടിട്ട് ഇത് ഇത്ര പെട്ടെന്ന് കഴിഞ്ഞല്ലോ, ഇത്രയുള്ളോ എന്ന് ചിന്തിക്കാൻ വരട്ടെ. അനുഭവിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം യുഗാന്തരങ്ങളോളമുള്ള അനുഭവമാണ്. ഭൂമി എന്ന ഗ്രഹത്തിൽ ഒരു ദിവസം എന്നാൽ 24 മണിക്കൂറാണ്. 24 മണിക്കൂർ കൂടുമ്പോൾ സൂര്യോദയങ്ങൾ ഉണ്ടാകുന്നു. സൂര്യോദയം 24 മണിക്കൂർ കൂടുമ്പോൾ ഉണ്ടാകുന്നു. ഒരു ദിവസം എന്നാൽ 24 മണിക്കൂറാണ്. 12 മണിക്കൂറോളം രാത്രിയും 12 മണിക്കൂറോളം പകലും. അങ്ങനെ കണക്കാക്കുമ്പോ വ്യാഴം എന്ന ഗ്രഹത്തിലും ഒരു ദിവസം തന്നെ. പക്ഷേ ഒരു ദിവസത്തിന്റെ കണക്കെടുത്ത് നോക്കുമ്പോ അത് ഭൂമിയിലെ 28 ദിവസങ്ങളാണ്. വ്യാഴം എന്ന ഗ്രഹത്തിൽ ഭൂമിയിലെ 28 ദിവസമാണ് അവിടുത്തെ ഒരു ദിവസം. അവിടെ സൂര്യൻ ഉദിച്ചാൽ അസ്തമിക്കണമെങ്കിൽ ഭൂമിയിലെ 14 ദിവസങ്ങൾ കഴിയണം. പറയുമ്പോൾ ഒരു ദിവസം തന്നെ. ഈ ലോകത്തു നിന്നങ്ങ് യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ സമയം കണക്കാക്കേണ്ടത് നമ്മുടെ സമയം വെച്ചല്ല.
നാം കണക്കാക്കുന്നത് പോലെയല്ല സമയത്തിന്റെ ദൈർഘ്യങ്ങൾ, വ്യത്യാസങ്ങൾ. അനുഭവിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അത് യുഗാന്തരങ്ങളോളമുള്ള വേദനയായിരിക്കും. അനുഭവിക്കുന്ന മനുഷ്യന്റെ വേദന പുറത്തു നിൽക്കുന്നവർക്ക് കാണാനും തിരിച്ചറിയാനും പറ്റാത്തതാണ്. നേരത്തെ കണ്ട ചിത്രത്തിൽ ഒരു മനുഷ്യൻ കിടന്ന് പിടയ്ക്കുകയാണ്. പൂവൻകോഴി അറുത്തിട്ടാൽ കിടന്ന് പിടയ്ക്കുന്നത് പോലെ മരിച്ച രംഗം. ബുദ്ധിയുള്ളവർ ചിന്തിക്കണം, ആ മനുഷ്യൻ ആ സമയത്ത് കിടന്നൊന്ന് പിടയ്ക്കാനെങ്കിലും പറ്റിയല്ലോ. കട്ടിലിലേക്ക് കിടന്നിട്ട് റൂഹിനെ അങ്ങ് വലിക്കുമ്പോ ഒന്ന് പിടയ്ക്കാൻ പോലും പറ്റാതെ റൂഹിനെ ഊരിയങ്ങെടുക്കുന്ന വേദന അപ്പോൾ എത്രത്തോളം വലുതായിരിക്കും എന്നാണ് ബുദ്ധിയുള്ളവർ ചിന്തിക്കേണ്ടത്. ഒരു തരത്തിലും മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്ത, നിർണയിക്കാൻ പറ്റാത്ത ഗൗരവങ്ങളെയും ഗൗരവക്കുറവുകളെയും താരതമ്യം ചെയ്യാൻ പറ്റാത്ത ഒരു പ്രതിഭാസമായി മരണത്തെ നാം കാണണം, തിരിച്ചറിയണം. അവസാനം പോയി കിടക്കേണ്ട സ്ഥലമാണ് ഖബർ. ആ ഖബറിലേക്ക് എത്തിക്കഴിയുമ്പോഴുള്ള അവസ്ഥ 2004 ഡിസംബർ മാസത്തിൽ നമ്മെ ഏവരെയും ഒരുപാട് വിഷമിപ്പിച്ച സംഭവമാണ്. സുനാമി തിരമാലകളിൽ പെട്ടുകൊണ്ട് 90% മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇന്തോനേഷ്യയിലെ സുമാത്രയിലുണ്ടായ അപകടം. 2 ലക്ഷം പേരാണ് ലോകത്തോട് വിട പറഞ്ഞത്. 2 ലക്ഷം പേരെ റബ്ബ് സുബ്ഹാനഹു വ തആല തിരിച്ചു വിളിക്കാനെടുത്ത സമയം 2 മിനിറ്റ്. 2 മിനിറ്റ് കൊണ്ട് ആർത്തലച്ചു വന്ന കടൽ 2 ലക്ഷം പേരെയാണ് തിരിച്ചു കൊണ്ടുപോയതെങ്കിൽ തൊട്ടപ്പുറത്ത് കാണാൻ പോകുന്ന ചിത്രം ഏതൊരു മനുഷ്യന്റെയും നെഞ്ചിനെ ഒന്നുകൂടി ഇടിപ്പിക്കും. ഒരുവന്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന ഒരു മുസൽമാന്റെ ഇസ്സത്തില്ലാതായി പോകുന്നോ എന്ന് ചിന്തിച്ചു പോകുന്ന ചിത്രം. ഒരുപാട് ആളുകൾ ഒരേ സ്ഥലത്തു നിന്നും ഒരു സമയത്ത് യാത്രയായാൽ ഓരോരുത്തർക്ക് വേണ്ടിയും ഖബർ കിടക്കാനുള്ള അവസരമുണ്ടോ? ഇല്ല. JCB കൊണ്ട് കുഴിമാന്തി ആളുകളെ മുഴുവനും മൃഗങ്ങളെ കൊണ്ടുപോയി അടക്കുന്നത് പോലെ അടക്കി കഴിഞ്ഞ രംഗം നാം മറക്കരുത്. നമ്മളൊക്കെ എവിടെ കിടക്കുന്നു? നമ്മുടെയൊക്കെ അവസ്ഥ എന്താ? അല്ലാഹു അഅലം. നമ്മുടെ ആഖിബത്തെ പ്രിയപ്പെട്ടവർ ചിന്തിക്കണം. അവസാനം പോയി കിടക്കേണ്ട സ്ഥലമാണ് ഖബർ. ആ ഖബറിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ എടുത്തുകൊണ്ടുപോകും. 6 അടി മണ്ണിലേക്ക് നമ്മെ താഴ്ത്തിവെക്കും. 3 ആളുകൾ ചേർന്നിട്ട് ആ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നൊരു രംഗമുണ്ട് കേട്ടോ. ആ ഖബറിലേക്ക് അങ്ങ് ഇറക്കി അങ്ങ് വെക്കുന്ന മാത്രയിൽ ഖബറിടം ഏതൊരു മനുഷ്യനെയും ഒരു പിടുത്തം പിടിക്കുമെന്നാണ്. ആ ഒരു പിടുത്തത്തെ തൊട്ടാരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ അത് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ആകുമായിരുന്നു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ആ പിടുത്തത്തെ തൊട്ടാരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ അതെന്റെ സഅദാകുമായിരുന്നു കേട്ടോ, എന്റെ സഅദാകുമായിരുന്നു. മഹാനായ സഅദ് ശുഹദാക്കളിൽപ്പെട്ട മഹാനാണ്. മഹാനവർക്ക് പോലും ആ ഖബറിലേക്ക് ഇറക്കി അങ്ങ് വെക്കപ്പെട്ടപ്പോൾ ഖബറിടം ഒരു പിടുത്തം പിടിച്ച രംഗം ഹബീബ് നുബുവത്തിന്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടതല്ലേ? സ്വാദിഖുൽ മസ്ദൂഖ് പഠിപ്പിച്ചതല്ലേ? സുബ്ഹാനല്ലാഹ് പറഞ്ഞു പോയില്ലേ? അത് പറയാനുള്ള കാരണം തന്നെ ഖബർ അങ്ങ് പിടിക്കുന്ന രംഗം കണ്ടിട്ടാണ്. തൊട്ടുപുറകെ അൽഹംദുലില്ലാ പറഞ്ഞു. കാരണം ഖബർ 4 വശത്തേക്കും കണ്ണെത്താ ദൂരത്തേക്ക് മാറുന്ന കാഴ്ച ഞാൻ കണ്ടു. ഹബീബ് പഠിപ്പിക്കുകയാണ്. തൊട്ടുപുറകെ പറഞ്ഞു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നങ്ങ് പറയുന്നു ജനാസ അടക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത്. എന്താ പറയാൻ കാരണം? ഞാൻ കണ്ടു സുഹാബത്തെ, സ്വർഗത്തിൽ നിന്നും ഹൂറുൽ സമ്മാനങ്ങളുമായി തളികകളുമായി സഅദിന്റെ ഖബറിലേക്ക് ഇറങ്ങി വരുന്ന കാഴ്ച ഞാൻ കണ്ടു. അല്ലാഹു അക്ബർ എന്ന് ഞാൻ പറഞ്ഞു. ഈ പിടുത്തം ഏവർക്കും ഉണ്ടെന്ന് മതം പഠിപ്പിക്കുന്നു. അതിനൊക്കെ കാരണങ്ങളും വ്യക്തമായി പ്രമാണങ്ങളിലൂടെ തെളിയിക്കാൻ പറ്റും. എന്തുകൊണ്ട് പിടുത്തം? വിശദമായ പഠനമാണ്. എന്തുമാകട്ടെ, അവസാനം പോയി കിടക്കേണ്ട വീടാണ് ഖബർ. ഖബറിലേക്ക് ഇറക്കി വെക്കപ്പെട്ടാലുള്ള അവസ്ഥകളെ പറ്റി ചുരുങ്ങിയ 2-3 വരികളിലൂടെ, 2-3 മിനിറ്റുകളിലൂടെ നമുക്ക് വ്യക്തമായ വരികളിലൂടെ കേട്ടറിയാം. ഖബർ എന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വിട്ടു നീ കരയേണ്ടതാ. മഹാനായ തഴവ ഉസ്താദ്, അല്ലാഹു ദറജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, മഹാനവറുകളുടെ വരികൾ ഏതൊരു മനുഷ്യനെയും ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. എത്ര ഗൗരവമുള്ള വിഷയത്തെയും ഗൗരവമൊട്ടും കുറയാതെ എന്നാൽ ലളിതമായ രീതിയിലേക്ക് മനുഷ്യന്റെ മനോതലങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന വരികൾ എഴുതാൻ കഴിവുള്ളവരായിരുന്നു മഹാനായ തഴവ ഉസ്താദ്. തഴവ ഉസ്താദിന്റെ വരികളിലൂടെ ഖബർ എന്തെന്ന് എന്റെ പ്രിയപ്പെട്ടവർ തിരിച്ചറിയണം. സ്വാലിഹീങ്ങൾ, മഹാന്മാർ ഖബറിനെ ഓർത്ത് കരഞ്ഞവരാണ്, ഖബറിനെ കണ്ട് പൊട്ടിത്തെറിച്ചവരാണ്. നാം ഒന്നും ചിന്തിക്കണം. വലിയ മനക്കെട്ടിയുള്ള സ്വഹാബിയായിരുന്നു മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. സ്വഹാബത്ത് പറയുന്നു, ഉസ്മാൻ അതാ വരുന്നത് കണ്ടാൽ വുളു എടുത്തിട്ട് വരികയാണോ എന്ന് തോന്നുമാറ് കരഞ്ഞ് 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 കണ്ണീരുകൊണ്ട് താടിരോമങ്ങൾ നനഞ്ഞ് കുതിർന്ന് താടിരോമങ്ങളിലൂടെ കണ്ണീരിറ്റിറ്റ് വീഴുന്ന കോലത്തിൽ ഞങ്ങൾ ഉസ്മാനെ കണ്ടിട്ടുണ്ട്. ഖബർ കണ്ടിട്ടുള്ള വരവാണത്.
ഖബർ കാണുമ്പോ പൊട്ടിക്കരയുകയാണ്. സ്വാലിഹീങ്ങളൊക്കെ ഖബറിനെ കണ്ട് പേടിച്ചവരാണ്, ചിന്തിച്ചവരാണ്, കരഞ്ഞവരാണ്. ഈ ഖബറിന്റെ അവസ്ഥകളെ നാം വ്യക്തമായി നേർക്കുനേർ സ്ക്രീനിൽ നിന്നും കണ്ണെടുക്കാതെ കാത് കൂർപ്പിച്ചെന്റെ പ്രിയപ്പെട്ടവർ ഒന്ന് അറിയണം, കാണണം. അതിന്റെ ശാസ്ത്രീയ വസ്തുതകൾ കൂടി മിനിറ്റുകൾക്കുള്ളിൽ നാം കാണാൻ പോകുന്നു. 10-15 മിനിറ്റുകൾക്കുള്ളിൽ ഇൻഷാ അല്ലാഹ് അതെല്ലാം തിരിച്ചറിഞ്ഞ് ഈ വിഷയങ്ങളൊക്കെ ഉൾക്കൊണ്ട് ഇതെല്ലാം മനസ്സിൽ വെച്ച് നീറുന്ന, പുകയുന്ന, അല്ലാഹുവിനെ പറ്റി ഓർത്ത് കരയുന്ന കണ്ണുകളോട് കൂടിയിട്ട് മഹാനായ സയ്യിദ് അവർ നമ്മുടെ സദസ്സിലുണ്ട്. അവർ നമുക്ക് ദുആക്ക് നേതൃത്വം നൽകും. റബ്ബ് സുബ്ഹാനഹു വ തആല അതിലൊക്കെ ഉൾപ്പെട്ട് ആ ദുആക്ക് ആമീൻ പറഞ്ഞ് ഇജാബത്ത് കിട്ടി എന്ന സന്തോഷത്തിൽ ആഖിബത്ത് നന്നായി മരിക്കണം എന്ന നിയ്യത്തിൽ തിരിച്ചു പോകുവാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ഖബറിനെ പറ്റിയുള്ള വരികൾ കണ്ണെടുക്കാതെ കാതു കൂർപ്പിച്ചെന്റെ പ്രിയപ്പെട്ടവർ കേൾക്കുക. ഖബർ എത്ര ഭയാനകം! ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. മേടക്ക് പകരം മാളമാ സുബ്ഹാനാ, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സമാന. സമ്പാദ്യ മുതലിൽ നിന്ന് 3 അക്ഫാന, അത് മാത്രമല്ലതിലെപ്പോഴും വഹദാന. മണ്ണിന്റെ തലയിണയാണതിൽ നിനക്കുള്ളത്, ഞെരുക്കത്തിനാലിരുഭിത്തിയാണതിനുള്ളത്. മെത്തക്ക് പകരം മണ്ണതിൽ വിരിച്ചിട്ടതാ, സുബ്ഹാന റബ്ബി ഇരുളിനാൽ പെയിന്റിട്ടതാ. അതിനുള്ള ബാബുകൾ ഭദ്രമായി പൂട്ടുന്നതാ, താക്കോൽ ഇസ്രാഫീൽ സൂക്ഷിക്കുന്നതാ. സൂറെന്ന കാഹളമൊരു ദിനം മുഴങ്ങുന്നതാ, അക്കാലമത്രയും നീ അതിൽ കിടക്കേണ്ടതാ. ഖുർആൻ ശരീഫ് ഇത് വ്യക്തമായി പറയുന്നതാ, സൂറത്ത് യാസീൻ നോക്കിയാൽ കാണുന്നതാ. ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതീ, സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതീ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. കാർഡില്ല റേഷൻ വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ലാ തള്ളലാണത് കൊണ്ട്. അഴുകുന്നതാണൊരു 3 ദിവസം കൊണ്ടും, സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം രണ്ടും. ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹരണ്ട്, നോക്കുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട്. ഇവയൊക്കെ നീ ചിന്തിച്ചു കരയുക സോദരാ, എന്നാൽ സുറൂറായി നീ കടക്കും മറുകരാ. വളരെ സുന്ദരമായ വരികളോടെ ഖബറിന്റെ തീക്ഷണതകളിലേക്ക്, അനുഭവങ്ങളിലേക്ക് നമ്മെ എത്തിച്ച മഹാനായ ഉസ്താദിന്റെ വരികൾ. എത്രയോ ഗൗരവത്തോടെയാണ് ഖബറിന്റെ അവസ്ഥകളെ നാം മനസ്സിലാക്കേണ്ടത്. അഴുകുന്നതാണ് ഒരു 3 ദിവസം കൊണ്ടും, സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം രണ്ടും. വളരെ വ്യക്തമായി ആധുനിക ശാസ്ത്രത്തിന്റെ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തെളിയിക്കാൻ പറ്റുന്ന സുന്ദരമായ വരികൾ. ഒരു മനുഷ്യന്റെ ജനാസ, ശാസ്ത്രഭാഷയിൽ ഡെഡ് ബോഡി, ഇത് കണ്ടു കഴിഞ്ഞാൽ വിദഗ്ധനായ ഒരു ഡോക്ടർക്ക് വ്യക്തമായി പറയാൻ പറ്റും ഇയാൾ മരിച്ചിട്ട് എത്ര സമയമായി, എത്ര മിനിറ്റുകൾ മുൻപാണ് ഇയാൾ മരിച്ചത്, എത്ര മണിക്കൂറുകളായി ഇയാൾ മരിച്ചിട്ട്, എത്ര വർഷങ്ങൾക്ക് മുൻപ് മരിച്ച ആളുടെ ശരീരഭാഗമാണിത്. ഒരു എല്ലിൻ കഷ്ണം എടുത്തുകൊണ്ടുപോയി നിങ്ങളൊരു ഫോറൻസിക് സർജന് കൊടുത്താൽ, MBBS പഠനത്തിന് ശേഷം 3 വർഷത്തെ ഫോറൻസിക് മെഡിസിനിലുള്ള ഡിഗ്രി പൂർത്തിയാക്കിയ ഫോറൻസിക് സർജൻ, മെഡിക്കൽ കോളേജുകളിലെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലെ ഫോറൻസിക് സർജൻ, സൂപ്രണ്ട് ഓഫ് പോലീസിന്റെ റാങ്കിലാണ്. SP ക്ക് താഴെയുള്ള പോലീസുകാർ കണ്ടാൽ സല്യൂട്ട് അടിക്കണം.
കുറ്റാന്വേഷണത്തിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള അധ്യാപനങ്ങൾ, വിവരം, അറിവ് സമ്പാദിച്ചവർ ഒരു എല്ലിൻ കഷ്ണം എടുത്തുകൊണ്ടുപോയിട്ട് കാണിച്ചിട്ട് ചോദിക്കുക, ഡോക്ടറെ ഇത് ഒരു ആണിന്റേതാണോ പെണ്ണിന്റേതാണോ നിങ്ങളൊന്ന് പറയണം, എത്ര നൂറ്റാണ്ട് മുൻപ് ജീവിച്ചിരുന്ന ആളാണ് ഒന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞാൽ എത്ര കാലഘട്ടങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന വ്യക്തിയുടെ എല്ലിൻ കഷ്ണമാണെന്ന് പോലും വ്യക്തമായി പറഞ്ഞു തരാൻ പറ്റുന്ന തരത്തിലുള്ള പഠനങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഫോസിൽ സ്റ്റഡീസും കാർബൺ ഡേറ്റിംഗും പോലെയുള്ള പഠനങ്ങൾ. അതിലെ കോശങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ആണിന്റേതോ പെണ്ണിന്റേതോ എന്ന് പറയാൻ പറ്റുന്ന തരത്തിൽ, എന്തിനേറെ അതിന്റെ ഷേപ്പ് നോക്കിക്കൊണ്ടുപോലും പറയാൻ പറ്റുന്ന അറിവ് മനസ്സിലാക്കിയവർ, പഠിച്ചവർ. ഒരു മനുഷ്യനെ കബറിലേക്ക് ഇറക്കി വെച്ചു കഴിഞ്ഞാലുള്ള മാറ്റങ്ങളും ആ മനുഷ്യൻ മരിച്ച ശേഷം എവിടെയാണ് അധിക സമയം കിടന്നത് എന്ന അറിവും, ഭൂമിക്കടിയിലേക്ക് കുടിയിലേക്ക് ആണ്ടുപോയതാണോ, മണ്ണിട്ട് മൂടപ്പെട്ടതാണോ, മണ്ണ് നേർക്കുനേർ വീഴാതെ പെട്ടിക്കുള്ളിൽ കുടുങ്ങപ്പെട്ടതാണോ, ഭൂമിക്ക് പുറത്ത് അവശേഷിച്ചതാണോ എന്നിങ്ങനെ ശരീരം നോക്കി വിവിധ പഠനങ്ങൾ നടത്തിക്കൊണ്ട് മരണശേഷമുള്ള മാറ്റങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് മരിച്ച സമയം, മരിച്ച ശേഷമുള്ള സമയങ്ങൾ, കിട്ടിയ ശേഷം കിട്ടുന്നതിന് മുൻപ് എല്ലാം വ്യക്തമായി കണക്കാക്കാൻ പറ്റുന്ന ശാസ്ത്രം നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവർ തിരിച്ചറിയണം, മരണപ്പെട്ട് ഖബറിലേക്ക് ഇറക്കപ്പെട്ടാൽ മൂന്നാമത്തെ ദിവസത്തോടെ കണ്ണ് രണ്ടും ഇളകിത്തെറിച്ച് പുറത്തു വരും. രണ്ട് കണ്ണും ഇളകിത്തെറിച്ച് പുറത്തു വരുന്നു. വയറ് വീർത്തു പൊട്ടാറാവുന്നു. ഏഴാമത്തെ ദിവസത്തെ അവസ്ഥയും അങ്ങ് കഴിയുന്നതോടെ നമുക്ക് കാണാൻ പറ്റും ആ മനുഷ്യന്റെ നെറ്റിയിലുള്ള, തലയിലുള്ള മുടി മുഴുവനും കൊഴിഞ്ഞുപോയി. നെറ്റിയിലെ തൊലി ഇങ്ങനെ ലൂസായി കഴുത്തിലേക്ക് വന്ന് വീണിട്ട് ഷോളിട്ടതുപോലെ മടങ്ങിക്കിടക്കുന്ന തൊലി. 7 ദിവസങ്ങൾക്കും 21 ദിവസങ്ങൾക്കും ഇടയിലുള്ള ഒരു ജനാസയെ വ്യക്തമായി ശാസ്ത്രം വളരെ സുന്ദരമായി പഠിപ്പിക്കുമ്പോ ഈ അവസ്ഥകളൊക്കെ കബറിലുണ്ടെങ്കിൽ 7നും 21നും ഇടയിലുള്ള ഒരു ജനാസയെ ഒറ്റ നോട്ടത്തിലൂടെ മനസ്സിലാക്കാം. അധിക സമയത്തിലേക്ക് സൂക്ഷിച്ചു നോക്കണ്ട, നമുക്ക് കിടന്നുറങ്ങണ്ടല്ലേ. ചിന്തിക്കണം. ഓരോ മാറ്റത്തെയും വ്യക്തമായി പഠിക്കാൻ പറ്റുന്ന ശാസ്ത്രശാഖ. നിങ്ങൾ കണ്ടു, 20 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന മനുഷ്യന്റെ തലയോട്ടി കണ്ടെത്തി. പത്രവാർത്ത വായിച്ചില്ലേ? 20 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചു എന്ന് കരുതപ്പെടുന്ന മനുഷ്യന്റെ തലയോട്ടി. എങ്ങനെ മനസ്സിലായി 20 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് അയാൾ ജീവിച്ചതെന്ന്? ഫോസിൽ സ്റ്റഡീസ്, കാർബൺ ഡേറ്റിംഗ്, സുന്ദരമായ പഠനങ്ങളിലൂടെ അത് തെളിയിക്കാൻ പറ്റും. ഓരോ മാറ്റങ്ങളെയും ശാസ്ത്രം അംഗീകരിക്കുന്നുണ്ട് കേട്ടോ. ഓരോ മാറ്റങ്ങളെയും. ഒരു മനുഷ്യന്റെ റൂഹ് വല്ലാതെ പീഡിപ്പിക്കപ്പെടുന്ന സ്ഥലമാണ് ഖബർ. നാം ഒന്ന് കാണണം, ശാരീരികമായ സ്വർഗവും നരകവും ഒക്കെ വിധി നിർണായക ദിവസത്തിന് ശേഷമാണ്. ബർസഖി ലോകം എന്നാൽ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങൾ ഒരുവന്റെ ശരീരത്തെ സ്വാധീനിക്കുന്നത് പോലെ കിട്ടാൻ പോകുന്ന സാധനങ്ങളെ വീഡിയോ ക്ലിപ്പിംഗ് കാണിച്ചുകൊണ്ട് അനുഭവിപ്പിക്കുന്ന സ്ഥലമാണ് ഖബർ. ആ ഖബറിലെ അവസ്ഥകളിലൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോ ഒരു സഹായം നമുക്ക് കിട്ടേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഭാഗത്ത് നിന്നാണ്. നമ്മൾ മരിച്ചാൽ നമുക്ക് വേണ്ടി ഓടിയെത്തുന്ന വലിയ ഒരു ജനക്കൂട്ടമുണ്ടാവണം. നമുക്ക് വേണ്ടി കരയുന്നവരുണ്ടാവണം. നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരുണ്ടാവണം. നമുക്ക് വേണ്ടി സ്വതക്കകൾ ചെയ്യുന്നവരുണ്ടാവണം. നമുക്ക് വേണ്ടി ആലിമീങ്ങളെയും ഒക്കെ വിളിച്ചുകൊണ്ടുവന്ന് നമ്മുടെ പേരിൽ തഹ്ലീലിന്റെ മജ്ലിസ് സംഘടിപ്പിക്കുന്നവരുണ്ടാവണം. നമ്മെ ഓർത്ത് പൊട്ടിക്കരയുന്ന ഒരു സമുദായത്തെ നമുക്ക് അവശേഷിപ്പിക്കാൻ പറ്റണം. ഇതൊക്കെയാവണം നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശം. അതിനുവേണ്ടി നാം ഇടപെടേണ്ട മേഖലകളിൽ ഇടപെടണം. പണ്ഡിതന്മാരുമായി ബന്ധം വേണം. മക്കളെ പള്ളിയുമായി ബന്ധിപ്പിക്കണം. സംഘടനകളുമായി ബന്ധിപ്പിക്കണം. അതല്ലാതെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടിക്കൊണ്ട് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ഒരു പ്രൊഫഷണലിനെ ഈ ലോകത്തിന് ആവശ്യമില്ല. മുസ്ലിം ലോകത്തിന് ആവശ്യമില്ല. ഒറ്റയ്ക്ക് കിടക്കേണ്ടുന്ന വീടാണ് ഇത്. കൂട്ടിനുമാളുണ്ടാക്കി വരലാ വേണ്ടത്. ഒറ്റയ്ക്ക് കിടക്കുന്ന വീടാണ്. ആ വീട്ടിലേക്ക് ഒരു കൂട്ടുണ്ടാവണം. എത്രത്തോളം ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഓടി നടന്ന ആളുകളെ പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളെ കാണാൻ വന്നവർ, നിങ്ങളുടെ സഹായം ചോദിച്ചവർ, നിങ്ങൾക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു നൽകിയവർ, നോട്ടീസ് അടിച്ചവർ, വിതരണം ചെയ്തവർ, സ്റ്റേജ് കെട്ടിയവർ, പണം പിരിച്ചവർ, മാസങ്ങളോളം അവർ ഇതിനു വേണ്ടിയിട്ട് ഓടി നടന്നുവെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കൂ. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ഓടി നടന്നപ്പോൾ പൊടിപറ്റിയ കാലുള്ളവർ, റബ്ബിന്റെ ദീനിനു വേണ്ടി ഒന്നിച്ച കരങ്ങളുള്ളവർ, ഇവർ ഒരു 10 20 പേരുണ്ടെന്ന് കൂട്ടുക. ഇവരിൽ ആരെങ്കിലും ഒരാൾ പെട്ടെന്നെങ്ങാനും അല്ലാഹുവിന്റെ വിധിക്ക് കീഴടങ്ങിക്കൊണ്ട് ലോകത്തോട് വിട പറഞ്ഞാൽ, അല്ലാഹു എല്ലാവർക്കും ആഫിയത്തോടെ ദീർഘായുസ്സ് കൊടുക്കട്ടെ. ആരെങ്കിലും ഒരാൾ വിട പറഞ്ഞാൽ ബാക്കി 19 പേരുടെ വിഷമം എന്താ?
ബാക്കി 19 പേരും വിഷമിക്കുന്നത് എങ്ങനെയാ? സ്വന്തം കുടുംബത്തിലെ വളരെ വേണ്ടപ്പെട്ടവർ വിട പറഞ്ഞതിനേക്കാൾ വലിയ വേദനയാണ് ദീനിനു വേണ്ടി ഒന്നിച്ച കരങ്ങളുള്ളവരിൽപ്പെട്ടവരാൽ ഒരാൾ വേർപെട്ടാലുള്ള വിഷമം, താങ്ങാനാവാത്ത വിഷമം. ആ ഖബർ കാണുമ്പോ പൊട്ടിക്കരയും, അതിനടുത്ത് വന്നിട്ട് അരക്കും. എന്തൊക്കെയാണ് എന്റെ സഹോദരന് ഞാൻ ആഖിറത്തിലേക്ക് വേണ്ടി, ബർസഖി ലോകത്തെ സന്തോഷത്തിന് വേണ്ടി എത്തിച്ചു കൊടുക്കേണ്ടത്? അത് മുഴുവനും എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന കെൽപ്പുള്ള ഒരു സമൂഹം നമുക്ക് അവരെ അവശേഷിപ്പിക്കണ്ടേ? അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവണ്ടേ? നമ്മുടെ മക്കൾ അതിൽ പെടണ്ടേ? നമ്മുടെ മക്കളൊന്ന് നമ്മുടെ അടുത്ത് വന്നിട്ട് അസ്സലാമു അലൈക്കും യാ അബീ, അസ്സലാമു അലൈക്കും യാ ഉമ്മി, അസ്സലാമു അലൈക്കും യാ അഖീ എന്നൊക്കെ പറയാൻ പറ്റുന്ന മക്കളും സഹോദരങ്ങളും സുഹൃത്തുക്കളും നമുക്ക് വേണം. അതിന് പറ്റുന്നൊരു മജ്ലിസ് മാറണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖബറിലേക്ക് ഇറക്കപ്പെട്ടാൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ വ്യക്തമായി ശാസ്ത്രം പഠിപ്പിക്കുന്നതോടൊപ്പം നിങ്ങളൊന്ന് തിരിച്ചറിയണം, ഖബർ ശിക്ഷകളെയും ശാസ്ത്രം അംഗീകരിച്ചു തുടങ്ങി. എങ്ങനെയെന്നറിയുമോ? ശാസ്ത്രം പഠിപ്പിക്കുന്നു, ഖബറിലേക്ക് ഒരുവനെ ഇറക്കി അങ്ങ് വെച്ചു കഴിഞ്ഞാൽ മിനിറ്റുകൾക്കുള്ളിൽ അവന്റെ ശരീരം മുഴുവനും ചിതലുകളെ കൊണ്ട് നിറയുകയാണ്. ചിതലുകൾ അവന്റെ ശരീരത്തിലെ സകലമാന ദ്വാരങ്ങളിലൂടെയും കയറി ഇറങ്ങുന്നു. ആ ശരീരം ജീർണിക്കാൻ തുടങ്ങുന്നു. ജീർണിക്കുന്നതനുസരിച്ച് ശരീരത്തിൽ നിന്നും രാസമാറ്റങ്ങൾ കാരണമായിക്കൊണ്ട് വാതകങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. പ്രത്യേക തരത്തിലുള്ള വാതകങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന വായുവിന്റെ മർദ്ദം കൂടും. കബറടക്കി കഴിഞ്ഞിട്ട് മുകളിൽ പലക വെച്ച് അതിന് മുകളിലേക്ക് മണ്ണിട്ട് കഴിയുമ്പോൾ അതിന്റെ ഉള്ളിൽ വായു കെട്ടിക്കിടക്കുന്നുണ്ട്. ഈ വായുവിനൊരു പ്രത്യേക മർദ്ദമുണ്ട്. ദിവസങ്ങൾ കഴിയുമ്പോൾ, മണിക്കൂറുകൾ കഴിയുമ്പോൾ ഈ മർദ്ദം കൂടും. ഈ വായുമർദ്ദം കൂടാനുള്ള കാരണം ശരീരത്തിന്റെ അഴുകലാണ്, ജീർണതയാണ്. അഴുകുന്നതിനനുസരിച്ചുകൊണ്ട് ആ ശരീരത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വാതകങ്ങളുടെ മർദ്ദം ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന വായുമർദ്ദം കൂട്ടുന്നതിലേക്ക് എത്തും. അതിശക്തമായ പ്രഷറിൽ, മർദ്ദത്തിൽ ഉള്ള വായുവിന് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് ശാസ്ത്രം. ഇന്റേണൽ പ്രഷർ ഓഫ് ദ എയർ ഇൻക്രീസസ്. ആന്തരിക മർദ്ദം, വായുവിന്റെ ആന്തരിക മർദ്ദം ഉയരുന്നു. ഉന്നത മർദ്ദത്തിലുള്ള വായുവിന് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവുണ്ട്. എത്രത്തോളം എന്നറിയുമോ? ഉള്ളിൽ കിടക്കുന്ന ജനാസയെ തോർത്തു പിഴിയുന്നത് പോലെ പിഴിയാനുള്ള പവറുണ്ട്. ഒരു തോർത്തു പിഴിയുന്നത് പോലെ ഉള്ളിൽ കിടക്കുന്ന ജനാസയെ പിഴിയാനുള്ള പവർ ആ വായുവിനുണ്ട്. എടുത്തടിക്കാനുള്ള പവറുണ്ട്. വായുവിന്റെ മർദ്ദം കൂടുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഉന്നത മർദ്ദത്തിലുള്ള വായുവിന് പ്രവൃത്തി ചെയ്യാൻ പറ്റും. ഫിസിക്സ് ആണ്. നമ്മുടെ മക്കളോട് ചോദിച്ചാൽ പഠിപ്പിച്ചു തരും. ഇന്റേണൽ പ്രഷർ ഓഫ് ദ എയർ, the increased internal pressure of the air can squeeze the body inside the grave. ഉള്ളിലുള്ള കബറിലുള്ള ആ ശരീരത്തെ ഞെക്കിക്കൂട്ടാൻ, പിഴിയാൻ, സ്ക്വീസ് ചെയ്യാൻ ശക്തമായ പ്രഷറിലുള്ള വായുവിന് പറ്റും കേട്ടോ. ഈ പ്രഷർ കൂട്ടുന്നതിൽ മനുഷ്യന്റെ ശരീരത്തിന്റെ ജീർണത ഒരു കാരണമാണ്. തോർത്തു പിഴിയുന്നത് പോലെ പിഴിയും. ഞാൻ ചിന്തിച്ചു പോവുകയാണ്. ഭാരതന്മാർ പഠിപ്പിച്ചു, ഖബറിലേക്ക് ഇറക്കി വെക്കപ്പെട്ട ജനാസ ഖിബലക്ക് മുന്നിട്ട് വെച്ചിരിക്കുന്ന മുഖം തിരിഞ്ഞ കോലത്തിലേക്ക് കാണപ്പെടുന്ന ആളുകളുണ്ട്. സമുദായത്തിലെ മദ്യപാനികളാണ്. മുഖം തിരിഞ്ഞു പോവുക, തോർത്തു പിഴിയുന്നത് പോലെ സുന്ദരമായി നാം ഇന്നലെ കണ്ടില്ലേ? ഇത് രണ്ടും ഒന്ന് തന്നെ. ഖബർ ശിക്ഷകളെ പോലും വ്യക്തമായി ശാസ്ത്രം തെളിയിക്കുന്ന സാഹചര്യമാണ്. എങ്കിൽ ഇറക്കി വെക്കപ്പെട്ട ശരീരം ഖബറിന്റെ ഉള്ളിൽ എല്ലാ ശരീരവും ഒരുപോലെ ജീർണിക്കുമോ? ഇതൊരു ചർച്ചയാണ്. എല്ലാ ശരീരവും ജീർണിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് മതം പഠിപ്പിക്കുന്നുണ്ട്. ഹറമല്ലാഹു അലൽ അർളി അജ്സാദുൽ അംബിയാ. അംബിയാക്കന്മാരുടെ ശരീരം മണ്ണിനെ ഹറാമാക്കിയിരിക്കുന്നു, ഭൂമിക്ക് ഹറാമാക്കിയിരിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അംബിയാക്കന്മാരുടെ ശരീരം ഭൂമിക്ക് ഹറാമാക്കിയിരിക്കുന്നു. ഭൂമി തിന്നുന്നതല്ല, തൊടുന്നതല്ല, കുപ്പിച്ചില്ല് പോലെ കിടക്കും. ഈ വിഷയം ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഹജറുൽ ഹൈത്വമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തുഹഫയിൽ രേഖപ്പെടുത്തുന്നു, സ്വാലിഹീങ്ങളുടെ ജനാസയും ഇതുപോലെയാണ്. സ്വാലിഹീങ്ങളെ ഖബറടക്കിയാൽ ആ ഖബറിനുള്ളിലുള്ള ജനാസ മണ്ണ് തിന്നുന്നതല്ല. ഇതിന് ശാസ്ത്രം വേണോ? ശാസ്ത്രീയമായി തെളിയിക്കണോ? നാം കണ്ടു, ശാസ്ത്രത്തെക്കാൾ വലിയ തെളിവാണ് നേർക്കുനേറുള്ള കാഴ്ച. സീയിങ് ഈസ് ബിലീവിങ്. യെസ്, സീയിങ് ഈസ് ബിലീവിങ്. കാണലാണ് വിശ്വസനീയം. എന്റെ പ്രിയപ്പെട്ടവർ ചിന്തിക്കണം, നൂറ്റാണ്ടുകൾ അധികമൊന്നും ആയിട്ടില്ല. ഈ 2012, ഈ കഴിഞ്ഞ വർഷം, ഏതാണ്ട് 1.5 വർഷങ്ങൾക്ക് മുൻപ് 2012 നിങ്ങൾ കണ്ടു, ഡിസംബർ മാസം 17-ാം തീയതി
സിറിയയിൽ ഉണ്ടായ സൈനിക ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 2 ചെറുപ്പക്കാർ, സിറിയയിലെ സൈനികാക്രമണത്തിൽ കൊല്ലപ്പെട്ട 2 ചെറുപ്പക്കാർ, ഈ ചെറുപ്പക്കാരുടെ ജനാസ അടക്കുന്ന രംഗം, ഇവർ കൊല്ലപ്പെട്ട ശേഷം പെട്ടെന്നുള്ള എമർജൻസി കണ്ടീഷൻ പരിഗണിച്ച് അവിടെ ഈ ജനാസ നേർക്കുനേർ കൊണ്ടുപോയി പള്ളിയിൽ ഖബർ താത്തി അടക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. ഒരു ഗ്രാമീണന്റെ വീടിന്റെ ഫ്രണ്ടിലാണ് താൽക്കാലികമായി ഈ ജനാസ ഒരു വെറും 3 അടി മാത്രം താഴ്ത്തിയിട്ട് അടക്കിയത്. വെറും 3 അടി താഴ്ചയിൽ 2 പേരുടെയും കൂടി ജനാസ ഒരു ഖബറിലേക്കാക്കി തൽക്കാലം ഒന്ന് ഭൂമിയെ തൊട്ടൊന്ന് മറച്ചു. പിന്നീട് ശേഷം അനുകൂല സാഹചര്യം വരുമ്പോൾ വേണ്ട രീതിയിൽ ഖബറടക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. പെട്ടെന്നതങ്ങ് ചെയ്തു. 2012 ഡിസംബർ മാസം 17-ാം തീയതിയാണ് ഈ സംഭവം. എന്താ നിങ്ങളെല്ലാം വന്നേ? 2012 ഡിസംബർ മാസത്തിലാണ് ഈ സംഭവം നടന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവർ ചിന്തിക്കണം. ചുരുക്കത്തിൽ ശാസ്ത്രത്തിന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് പ്രതിഭാസങ്ങൾ ഈ ലോകത്ത് കഴിഞ്ഞു പോകുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താ? ശാസ്ത്രമാണ് നമ്മുടെ ഉസ്താദ്. ശാസ്ത്രം പറഞ്ഞാൽ മാത്രം നമ്മൾ വിശ്വസിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നേർക്കുനേർ കാണണം. ശാസ്ത്രം കൊണ്ട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നേർക്കുനേർ കാണാൻ പറ്റുന്ന തരത്തിലേക്ക് നമുക്ക് ഒരുപാട് അത്ഭുതങ്ങൾ ഈ ലോകത്തുണ്ട്. 2012 ഡിസംബർ മാസം 17-ാം തീയതി ലോകത്തോട് വിട പറഞ്ഞ സൈനികാക്രമണത്തിൽ മരണപ്പെട്ട 2 ചെറുപ്പക്കാർ ഭൂമിയിൽ തൊട്ട് താൽക്കാലികമായി മറയ്ക്കപ്പെട്ടു. 17-ാം തീയതി ഖബറടക്കി. 18-ാം തീയതി രാവിലെ മുതൽ ആ ജനാസ അടക്കിയ ഭാഗത്ത് നിന്നും കസ്തൂരിയുടെ സ്മെല്ലാണ്. കസ്തൂരിയുടെ സ്മെല്ലിങ്ങനെ വരികയാണ്. 18-ാം തീയതി ആ സ്മെല്ലിങ്ങനെ വരുന്നു. 19-ാം തീയതി അങ്ങനെ തന്നെ. ആളുകളൊക്കെ അന്വേഷിച്ച് വരാൻ തുടങ്ങി. വല്ലാത്ത സ്മെല്ല് പരിസരത്ത് നിന്നും. ചാനലുകൾ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് ആ ജനാസ അവിടെ നിന്നും മാറ്റി പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന രംഗം. ചാനലുകൾ ഉൾപ്പെടെ. സിറിയയിലാണ്. നമ്മുടെ ഈ മകാര പത്രങ്ങളിൽ ഒന്നും ഒരുപക്ഷെ ഇത് വന്നെന്ന് വരില്ല. നിങ്ങൾ ചിന്തിക്കണം. ഇത് കഴിഞ്ഞു പോയിട്ട് നൂറ്റാണ്ടുകളൊന്നും ആയിട്ടില്ല. വളരെ മനോഹരമായ ആ രംഗം അങ്ങ് കാണുമ്പോൾ തന്നെ ശാസ്ത്രം ഒന്നും വേണ്ട, ഞങ്ങൾ വിശ്വസിച്ചു എന്ന് തോന്നിപ്പോവും. ഇനി സിറിയയിലേക്കൊന്നും പോകണ്ട. എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ മഹല്ലാണ് കണ്ടന്തറ. കണ്ടന്തറയിൽ കഴിഞ്ഞ 1-1.5 വർഷങ്ങൾക്ക് മുൻപ് പാലക്കാട് ഭാഗത്ത്, കോയമ്പത്തൂർ ഭാഗത്ത് വസ്ത്രമെടുക്കാൻ വേണ്ടി പോയി അവിടെ നിന്ന് വസ്ത്രം എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വിൽപ്പന നടത്തുന്ന ബിസിനസ് ചെയ്തിരുന്ന 2 ചെറുപ്പക്കാർ, നിങ്ങളൊക്കെ വായിച്ചു കാണുമായിരിക്കും. പെരുമ്പിലാവ് ഭാഗം മറ്റോ ഇവിടെ എത്തിയപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു അപകടത്തിൽ മരണപ്പെട്ടു. വാഹന അപകടത്തിൽ 2 പേരും മരണപ്പെടുകയാണ്. ഒരാളെ ഖബറടക്കേണ്ടത് കണ്ടന്തറ മഹലിലാണ്. എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ മഹല്ല്. 6.5 ഏക്കറോളം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന പള്ളിയും പരിസരവും വ്യക്തമായ തെളിവുകളോടെ കമ്മിറ്റി സാക്ഷ്യപ്പെടുത്തുന്നു. കഴിഞ്ഞ 50 വർഷങ്ങളായി ഈ പരിസരത്ത് ഞങ്ങൾ ഖബറടക്കിയിട്ടില്ല. അവിടെ ഒരല്പം കട്ടി കൂടിയ മണ്ണാണ്. നിങ്ങൾക്ക് പോയാൽ അന്വേഷിക്കാം. നമ്മുടെ മൂക്കിന് താഴെയുള്ള സ്ഥലം. 50ഓളം കൊല്ലങ്ങളായി ഇവിടെ ഞങ്ങൾ ഖബറടക്കിയിട്ടില്ല. കുറച്ചുകൂടി എളുപ്പത്തിൽ ഖബറടക്കാൻ പറ്റുന്ന മണ്ണുള്ള സ്ഥലമുണ്ട്. അവിടെയാണ് കഴിഞ്ഞ 50 വർഷങ്ങളായി ഞങ്ങൾ ഖബറടക്കിയിട്ടുള്ളൂ. ചില കുടുംബപരമായ കാരണങ്ങൾ കൊണ്ട് ആ ഭാഗത്ത് ഖബറടക്കേണ്ടി വന്ന ഈ സഹോദരന്റെ ജനാസ അടക്കാൻ വേണ്ടിയിട്ട് ഖബർ കിളച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു സൈഡിലേക്ക് നോക്കുമ്പോ, ഏതാണ്ട് താഴത്തെത്തി നോക്കുമ്പോ ഒരു സൈഡിലുള്ള കല്ല് ഇളകുന്നു. ആ കല്ലെടുത്ത് മാറ്റിയപ്പോ തൊട്ടടുത്ത കല്ല്, ആ നിരയിലെ കല്ലുകൾ എടുത്ത് മാറ്റി നോക്കുമ്പോ വേറൊരു ഖബറാണ്. അതിലൂടെ നോക്കുമ്പോൾ കാണുന്നത് വെള്ള വസ്ത്രം പോലും നുരുമ്പിക്കാതെ ഒരു ജനാസ സുന്ദരമായി കിടക്കുന്ന രംഗം. ആ പള്ളിയിലെ പണ്ഡിതൻ വന്നു, ഖത്തീബ് വന്നു, ആളുകൾ വന്നു, കണ്ടു, സാക്ഷ്യപ്പെടുത്തി. 100-ലധികം ആളുകൾ, എത്രയോ ആളുകൾ എന്നും ജീവിച്ചിരിക്കുന്നു കണ്ടവർ. 50ഓളം കൊല്ലങ്ങളായി അവിടെ ഖബറടക്കിയിട്ടില്ല എന്ന് കമ്മിറ്റി സാക്ഷ്യപ്പെടുത്തുന്നു. സുബൈറ സഹരി എന്ന പേരുള്ള ഒരു പണ്ഡിതനാണ് അന്ന്. അദ്ദേഹമാണ് അവിടുത്തെ ഖത്തീബ്. ഞാൻ ഈ സംഭവം കേട്ടപ്പോൾ സ്ഥലത്തുണ്ടായിരുന്നില്ല, അറിഞ്ഞിരുന്നു. പക്ഷേ എത്തിപ്പെടാൻ പറ്റാതിരുന്നത് കൊണ്ട് പിന്നീട് ഒരു സാഹചര്യത്തിൽ പോയി എന്ന് അറിയണമെന്ന് കരുതി. പിന്നീട് സാഹചര്യങ്ങൾ കൊണ്ട് പറ്റിയില്ല. എന്തുമാകട്ടെ, കൊല്ലം ജില്ലയിൽ പോരുവഴി എന്ന സ്ഥലത്ത്
ഇതുമായി ബന്ധപ്പെട്ട പ്രഭാഷണം നടത്താൻ ഞാൻ ചെല്ലുമ്പോൾ ആമുഖ പ്രഭാഷണം നടത്തുന്നത് സുബൈർ അസഹരി എന്ന പണ്ഡിതനാണ്. പേരുകൊണ്ട് ഞാൻ ആളെ തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അന്ന് ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ ഉസ്താദല്ലേ അവിടെ ഖത്തീബായിരുന്നത്? അതെ, അത് ഞാൻ തന്നെയാണ്, ഞാൻ നേരിട്ട് കണ്ടതാണ്. ആ സദസ്സിൽ നിന്ന് പ്രസംഗിച്ചു പോയ അദ്ദേഹത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ആളുകളോട് പറയാൻ പറ്റി, നേർക്ക് നേർ കണ്ട ആള് പ്രസംഗിച്ചു പോയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുന്ന തെളിവ് അവിടെ കൊടുക്കാൻ പറ്റി. അല്ലാതെയും നൂറുകണക്കിന് ആളുകൾ ഇന്നും ജീവിച്ചിരിക്കുന്നു. 50ഓളം കൊല്ലങ്ങളായി ഞങ്ങൾ അവിടെ കബറടക്കിയിട്ടില്ല. ഓട്ടെ, 5 മാസമായിട്ട് കബറടക്കിയിട്ടില്ല എന്നെങ്കിലും നമുക്ക് വിശ്വസിച്ചുകൂടെ? 5 മാസമായിട്ട് അവിടെ കബറടക്കിയിട്ടില്ല എന്നെങ്കിലും വിശ്വസിച്ചുകൂടെ? ഒരു പോറൽ പോലും വെക്കാതെ സുന്ദരമായി കിടന്ന ജനാസ കണ്ട ആളുകൾ നിരവധി അനവധിയാണ്. എന്നതുപോലെ എന്റെ പ്രിയപ്പെട്ടവർ നേർക്ക് നേർ കാണാൻ പോകുന്നു. സിറിയയിൽ 2012 ഡിസംബർ 17-ാം തീയതി താൽക്കാലികമായി കബറടക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ പിന്നീട് 18-ാം തീയതി പിറ്റേ ദിവസം മുതൽ കസ്തൂരിയുടെ സ്മെല്ല് വന്നു എന്ന കാരണം ആളുകളൊക്കെ കൂടി ചാനലുകൾ ഇടപെട്ട് ആ ജനാസ മാറ്റുന്ന രംഗം 2 ശുഹദാക്കളാണ്. നിങ്ങൾ കാണണം. ഈ മരണത്തിന്റെ വേദനയെ പറ്റി വളരെ ഗൗരവത്തോടെ നാം ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ശരീരത്തിൽ ഞരമ്പുകളൊക്കെ നാഡികളൊക്കെ വലിയുന്ന വേദന, മുള്ളു കൊളുത്തിയിട്ട് വലിക്കുന്ന വേദനയാണ് എന്ന് തിരിച്ചറിയുമ്പോൾ എന്റെ ഒരു സുഹൃത്തിന്റെ മരണവുമായി മരിക്കാനുള്ള ആഗ്രഹം മാറിക്കിട്ടിയൊരു സംഭവമുണ്ട്. ചേർത്തല സ്വദേശിയാണ്. ഇദ്ദേഹത്തിനൊരു സ്വഭാവമുണ്ട്. ആര് എന്ത് പറഞ്ഞാലും ഞാനിപ്പോ മരിക്കും, ഞാനിപ്പോ ആത്മഹത്യ ചെയ്യും എന്നിങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കും. യഥാർത്ഥത്തിൽ അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ സൈക്കോളജി പഠിപ്പിക്കുന്നു, അതൊരു സൂചനയാണ്, അയാൾക്ക് എന്തൊക്കെയോ നമ്മോട് പറയാനുണ്ട് എന്നതിന്റെ സൂചനയാണ്. അവഗണിക്കരുതെന്നാണ് ശാസ്ത്രം. എന്തുമാകട്ടെ, ഈ സ്വഭാവം ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടുപോയ ഈ മനുഷ്യൻ എന്ത് സംഭവിച്ചാലും പറയും ഞാനിപ്പോ മരിക്കും, ഞാനിപ്പോ മരിക്കും. അപ്പൊ പെട്ടെന്ന് ആളുകൾ അത് കേൾക്കുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടത്തി കൊടുക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലൊരു ദിവസം കാര്യമായ എന്തോ പ്രശ്നം നടക്കുമ്പോ മൂപ്പർ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ പോവേണ്ടി വന്നു. പക്ഷെ നടക്കൂല. ഞാനിപ്പം മരിക്കും, ഞാനിപ്പോ മരിക്കും. എന്താ പറ്റിയത്? അദ്ദേഹത്തിന്റെ പിതാവ് ഇത് കേട്ടോണ്ടിരിപ്പുണ്ടായി. മൂപ്പര് പറഞ്ഞു, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നടക്കുള്ളൂ, അവൻ മരിക്കണമെങ്കിൽ ഞങ്ങൾ മരിക്കട്ടെ എന്നങ്ങ് പറഞ്ഞു. ഒരു വാശിക്ക് അങ്ങ് പറഞ്ഞു. അത് കേട്ടതോടെ ഇദ്ദേഹത്തിന് വല്ലാത്ത ഒരു ഈഗോ കോംപ്ലക്സ്. മരിക്കുമെന്ന് പറയുകയും ചെയ്തു, ഇനി മരിക്കണമല്ലോ. കത്തി എടുത്തുകൊണ്ട് നേരെ ടോയ്ലറ്റിലോട്ട് കയറി. അപ്പൊ അദ്ദേഹത്തിന്റെ മാതാവും സഹോദരിയും കൂടി പുറകെ ഓടിച്ചെന്ന് തുറക്ക് മോനെ എന്നൊക്കെ പറഞ്ഞ് ഉച്ചയും ആളൊക്കെയാണ്. അപ്പൊ പിതാവ് പറഞ്ഞു, വേണ്ട, തുറക്കണ്ട, അവൻ മരിക്കട്ടെ, കുറെ നാളെ അവൻ മരിക്കും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നു. മരിക്കുന്നത് കാണട്ടെ എന്നങ്ങ് പറഞ്ഞു. എന്ത് ചെയ്യാനാ? അദ്ദേഹം അകത്ത് കയറിയിട്ട് കത്തിയൊക്കെ കയ്യിലേക്ക് വെച്ചിട്ട് അങ്ങ് മുറിച്ചു. പക്ഷെ മുറിച്ച സ്ഥലം മാറിപ്പോയി. എവിടെന്നറിയോ? മുറിക്കേണ്ടിടത്തല്ല മുറിച്ചത്. നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോണ്ടല്ലോ, ഈ കാണുന്ന ഈ 11 പോലെ തോന്നുന്ന 2 സാധനം ഉണ്ടല്ലോ, നമ്മുടെ കൈയൊക്കെ നോക്കി അറിയാം. ഈ കാണുന്ന 2 തന്തുക്കൾ, ഇതാണ് ഞരമ്പ് എന്ന് കരുതിയിട്ട് മൂപ്പർ ഇതങ്ങ് മുറിച്ചു കളഞ്ഞു. ഇവിടെ എല്ലാം മുറിക്കേണ്ടത്, എവിടെ മുറിക്കണമെന്ന് ചോദിക്കാൻ വേണ്ട, അത് പറഞ്ഞുതരില്ല. ഇതങ്ങ് മുറിച്ചു. മരണത്തിന്റെ വേദന എന്തെന്ന് കയ്യിലെ മസിൽ വലിഞ്ഞപ്പോ മൂപ്പര് മനസ്സിലാക്കി. മസിലുകൾ അങ്ങോട്ട് വലിയുന്നു, നാഡികൾ ഇങ്ങോട്ട് വലിയുന്നു. എത്രയോ ഗൗരവത്തോടെയുള്ള പഠനമാണ് വിശുദ്ധ ഇസ്ലാം നടത്തിയിട്ടുള്ളത്. ഇതങ്ങ് മുറിച്ചു കഴിഞ്ഞപ്പോ എന്ത് പറ്റിയെന്നറിയോ? നിങ്ങൾ ഈ കാണുന്ന താഴേക്കുള്ള മസിലുണ്ടല്ലോ, ഈ മസിലിനെ ഇങ്ങനെ വലിച്ച് ഈ കൈയോട് ചേർത്ത് കെട്ടുന്ന സാധനമാണ് ഈ കാണുന്ന തന്തു. അതിന്റെ പേര് ടെൻഡൻ എന്നാണ്. ടെൻഡൻ, മസിലിന്റെ അങ്ങേയറ്റം കട്ടി കൂടുമ്പോൾ ടെൻഡൻ. ഇത് ടെൻഡൻ ആണ്. ഇതങ്ങ് മുറിച്ചു കഴിഞ്ഞപ്പോ ഈ മസിൽ നേരെ താഴോട്ട് ഇങ്ങോട്ട് വലിയാൻ തുടങ്ങി. മസിൽ നേരെ എതിർ ദിശയിലേക്ക് അങ്ങ് വലിഞ്ഞു. കണക്ഷൻ വിട്ടുപോയില്ലേ? ഈ മസിൽ അങ്ങ് വലിയുന്ന വേദന വല്ലാത്ത വേദനയാണ്. ആത്മഹത്യ ചെയ്യാൻ അകത്ത് കയറിയവൻ ഞാനിപ്പോ മരിക്കുകയെന്ന് പറഞ്ഞ് കരച്ചിലായി. എല്ലാവരും കൂടി പൊക്കിയെടുത്ത് ചേർത്തല KBM ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. നിങ്ങൾ ചിന്തിക്കണം. അഡ്മിറ്റ് ചെയ്തു. അവർ പറഞ്ഞു, ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, എമർജൻസി ആയിട്ട് എറണാകുളം സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് പോകണം, വളരെ എമർജൻസി കണ്ടീഷനാണ്, ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, മൈക്രോവാസ്കുലർ സർജൻ വേണം. അങ്ങനെ ആംബുലൻസിൽ അദ്ദേഹത്തെ എറണാകുളത്തുള്ള സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. അവിടെ സർജറി നടന്നു. സർജറി എല്ലാം കഴിഞ്ഞിട്ട് ICUയിലേക്ക് പ്രവേശിപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് ആ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ ഒരു മുണ്ട് മാത്രം കൊടുത്തൊരു തോർത്തും തോളത്തിട്ട് ഇങ്ങനെ കുത്തിയിരുന്ന് കരയുകയാണ്. ആ മനുഷ്യൻ ഓപ്പറേഷൻ കഴിഞ്ഞു എന്ന് അറിഞ്ഞപ്പോ തന്നെ മകനെ കാണണമെന്ന ആഗ്രഹത്തിലാണ്. മോനെ കാണണം, മോനെ കാണണം. ICUയിൽ പ്രവേശിപ്പിച്ച മകനെ കാണിക്കാൻ പറ്റില്ല എന്ന് ഡോക്ടർ. പക്ഷെ എനിക്ക് എന്റെ മോനെ കണ്ടേ പറ്റുള്ളൂ എന്ന് ഇദ്ദേഹത്തിന് നിർബന്ധവും. അങ്ങനെ നിർബന്ധം കൂടിയപ്പോൾ തൽക്കാലം ഒരു മാസ്ക് ഒക്കെ വെച്ച് പിടിപ്പിച്ച് തൽക്കാലം ഒന്ന് കാണിച്ചിട്ട് പുറത്തേക്ക് ഇറക്കിക്കൊള്ളൂ എന്ന അനുവാദം ഡോക്ടർ കൊടുത്തു. അങ്ങനെ അദ്ദേഹം മകനെ കാണാൻ വേണ്ടി മാസ്ക് ഒക്കെ വെച്ചിട്ട് ICU റൂമിലേക്ക് പ്രവേശിക്കുകയാണ്. ICUയിൽ ചെന്നിട്ട് നോക്കുമ്പോ മകന്റെ മുഖത്തും ഇതുപോലെ മാസ്ക് വെച്ചിരിക്കുന്നു, ഓക്സിജൻ മാസ്ക്. അപ്പൊ നഴ്സിനോട് പറഞ്ഞു, എനിക്ക് ആ മാസ്ക് എടുത്ത് മാറ്റണം, അതെടുത്ത് മാറ്റണം, എനിക്ക് എന്റെ മോനെ കാണണം എന്ന് പറയാണ്. അതൊന്നും മാറ്റാൻ പറ്റില്ല, അതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും, ഡോക്ടർ അറിഞ്ഞ വിഷയവും.
ഇല്ല അത് ഞാൻ ഡോക്ടറോട് പറയൂല, അതെടുത്ത് കാണട്ടെ, ഞാൻ ഒന്ന് കണ്ടോട്ടെ എന്റെ മോനെ എന്നൊക്കെ പറഞ്ഞപ്പോ നിർബന്ധം സഹിക്കാൻ വയ്യാതെ ഇവരെടുത്ത് മാറ്റിക്കൊടുത്തത്രേ. തൽക്കാലം എടുത്ത് മാറ്റിക്കൊടുത്തു. അങ്ങനെ മാറ്റിയപ്പോ മകന്റെ പുന്നാര മുഖം അങ്ങ് കണ്ടതോടെ ഈ പിതയില്ലാണ്ടിരിക്കുകയാണ്. 50,000 രൂപ സർജറിക്ക്. എന്തുമാകട്ടെ, ആ ചെറുപ്പക്കാരൻ വീട്ടിൽ പിന്നീട് പറഞ്ഞത്രേ, ഈ സംഭവങ്ങളൊക്കെ വിശകലനം ചെയ്തപ്പോ അവൻ പറഞ്ഞു, അന്നത്തെ ആ ഒരു വേദന ഞാൻ സഹിച്ചതുകൊണ്ടാണ്, അതല്ലെങ്കിൽ എത്രയോ തവണ ഞാൻ ആത്മഹത്യ ചെയ്ത് തന്നെ. അന്നത്തെ ആ ഒരു വേദന ഉണ്ടല്ലോ, ഞാൻ ആ കൈമുറിച്ച സമയത്തുണ്ടായ വേദന കൊണ്ടാണ്, അല്ലെങ്കിൽ എന്നെ ഇങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞ് പിന്നെയും ഭീഷണിപ്പെടുത്തു അത്രേ. ആ ഒരൊറ്റ വേദനയോടെ ആത്മഹത്യ ചെയ്യണം എന്ന പ്രവണത പോലും ഇല്ലാതായി പോയ ചരിത്രം നിങ്ങൾ ചിന്തിക്കണം. കൈയിന്റെ ഒരൊറ്റ മസില് മാത്രം വലിഞ്ഞപ്പോഴുണ്ടായ വേദന ആ സഹോദരനെ ആ ഒരു സ്വഭാവത്തെ തൊട്ട് തന്നെ ദൂരത്താക്കിയ രംഗം എന്റെ പ്രിയപ്പെട്ടവർ തിരിച്ചറിയണം. വല്ലാത്ത വേദനയാണ് മരണത്തിന്, ചിന്തിക്കാനാവാത്ത വേദനയാണ്. അല്ലാഹു ആ മരണം നമുക്ക് ഏവർക്കും എളുപ്പത്തിലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് അവസാനം ദുആ ചെയ്ത് എനിക്ക് തോന്നുന്നു ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ അതൊരു ടെക്നിക്കൽ കംപ്ലൈന്റ് ആണ്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ സിറിയയിലുണ്ടായ സംഭവം നേർക്കുനേർ നിങ്ങൾക്ക് വീഡിയോ ക്ലിപ്പിംഗിൽ കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നു. എന്തുമാകട്ടെ, കസ്തൂരിയുടെ സ്മെല്ല് വമിച്ച രംഗം, ആളുകളൊക്കെ കൂടിയിട്ട് ജനാസ എടുക്കുന്ന രംഗം, 2 ആളുകളുടെ ജനാസ എടുത്ത് മാറ്റുകയാണ്. ആളുകൾ മുഴുവനും കൂടിയിരിക്കുന്നു, ചാനലുകൾ ഇടപെട്ടു. നമ്മുടെ തന്നെ അടുത്തടുത്ത പരിസരങ്ങളിൽ എത്രയോ സംഭവങ്ങൾ ഇതുപോലെ കണ്ടിട്ടുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹിച്ചവരുടെ ശരീരം മണ്ണ് തിന്നുന്നതല്ല. ഒരു ശാസ്ത്രവും എന്തുകൊണ്ടെന്ന് പറയാൻ പറ്റാത്ത തരത്തിലേക്ക് പരാജയപ്പെടുകയാണ്. ഏത് ശാസ്ത്ര രഹസ്യം വെച്ചുകൊണ്ട് നാം ഇത് തെളിയിക്കും പ്രിയപ്പെട്ടവരെ? സീയിങ് ഇസ് ബിലീവിംഗ്, ഓൺലി ദ സൈറ്റ്. ആ കാഴ്ച അതുമാത്രം ധാരാളമാണ്. വിശദീകരിക്കാനാവാത്ത ശാസ്ത്രം ഇപ്പോഴും പഠിക്കുന്നു, വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രം. ചുരുക്കം പറഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വ തആല സ്നേഹിച്ചവർക്ക് അല്ലാഹു വലിയ പദവികൾ കൊടുത്തിട്ടുണ്ട്. അവരുടെ ജനാസയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചിട്ടുണ്ട് എന്ന് ചുരുക്കം. വളരെ അടുത്ത കാലഘട്ടത്തിൽ നമ്മോട് വിട പറഞ്ഞവരാണ് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൾ തങ്ങൾ. അല്ലാഹു ദറജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. മഹാനവർ യോഗം നമുക്കറിയാം. പലപ്പോഴായി പല സദസ്സുകളിലായി മഹാനവർകൾ പറഞ്ഞിരുന്നു, റബീഉൽ ആഖിർ മാസം എനിക്ക് ഓരുടെ മാസം വന്നാൽ എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ അവരുടെ മദ്ഹ് പറയാതിരിക്കില്ല. എത്ര തിരക്കുണ്ടെങ്കിലും അവരുടെ മദ്ഹ് ഞാൻ പറയാതിരിക്കില്ല. മഹാനായ ഔസുൽ ആളം ഖുത്ബുൽ ആലം സുൽത്താനുൽ ഔലിയ അശ്ശൈഖ് മുഹയ്യദ്ദീൻ അബൂ മുഹമ്മദ് അബ്ദുൽ ഖാദിർ അൽ ജിലാനി അൽ ഹസനി വൽ ഹുസൈനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ മാസം വന്നാൽ അവരുടെ മദ്ഹ് പറയാതിരിക്കില്ല. അത്രത്തോളം ആ വിഷയത്തിൽ ഗൗരവ ബുദ്ധി കാണിച്ചിരുന്നു സയ്യിദ് അവർകൾ. ആ സ്നേഹം, ആ ഹുബ്ബ്, ആ തുരീഖത്തിലായിരുന്ന ജീവിതം അതിശയമാണ്. മഹാനവറുകൾ നമ്മോട് വിട പറഞ്ഞത് റബീഉൽ ആഖിർ 1 നിയോഗം എന്നതുപോലെ ആ മാസത്തിന്റെ 1-ാമത്തെ ദിവസം മഹാനവറുകൾ നമ്മോട് വിട പറയുന്നു. ആ ദിവസം ശനിയാഴ്ചയും ഞായറാഴ്ചയും അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് എന്തോ എനിക്ക് പ്രോഗ്രാംസ് ഇല്ല, ഉണ്ടായ ഏതോ ഒരു പ്രോഗ്രാം ക്യാൻസൽ ആവുകയും ചെയ്തിരുന്നു. അന്ന് ഫ്രീ ആയി ഞാൻ എറണാകുളത്ത് ഞങ്ങൾ ചില സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ കൃത്യം 3:50 ന്യൂസ് കിട്ടുന്നത് സയ്യിദ് അവർകൾ നമ്മെ വിട്ടുപിരിഞ്ഞു. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം തലശ്ശേരിയിലാണ് ഈ വിനീതിന്റെ പ്രഭാഷണം. ഞാനവിടെ ചെന്നപ്പോൾ മർക്കസ് സഖാഫത്ത് സുന്നിയയിലെ ശരീഅത്ത് കോളേജിന്റെ പ്രിൻസിപ്പൽ നൌഷാദ് സഖാഫി അദ്ദേഹം എന്നോട് പറയുന്നു, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വീട് തങ്ങളുടെ വീടിനടുത്താണ്, ഏറ്റിക്കുളത്തിനടുത്താണ്, മകന്റെ വീടിനടുത്താണ്. കൃത്യം 2 മണിയോടെ 2 മണിക്ക് ശേഷം 2 മണിയോടെ പിന്നെ അങ്ങോട്ട് 2 തവണ താജുൽ ഉലമ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ മുകളിലോട്ട് നോക്കിയിട്ട് പറഞ്ഞത്രേ, വഅലൈക്കുമുസ്സലാം വഅലൈക്കുമുസ്സലാം എന്ന് 2 തവണ പറഞ്ഞു. ഇവരുടെ ബന്ധുവീട് എവിടെയാണ്? ഈ തലശ്ശേരിയിൽ ചെന്നപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച എന്നോട് പറയാണ്. ഒരുപക്ഷെ അവരോട് ബന്ധപ്പെട്ട ആളുകളൊക്കെ ഓൺലൈൻ ണ്ടാവും. വഅലൈക്കുമുസ്സലാം 3:40 ഈ ലോകത്തോട് മഹാനവറുകൾ വിട പറയുന്നത്. നാം ഒന്ന് ചിന്തിക്കണം പ്രിയപ്പെട്ടവർ, മനസ്സിലാക്കണം. വളരെയധികം ആളുകളൊക്കെ വല്ലാതെ വിഷമിച്ച്, ഒരുപാട് ആളുകൾ എത്തിപ്പെടാൻ പറ്റാതെ വിഷമിച്ച്, എത്തിപ്പെട്ടവർക്ക് പലർക്കും കാണാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി. എങ്കിലും ആ വിഷയത്തിൽ, ആ ജനാസ പരിപാലനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒന്നിടപെടാൻ സാധിച്ചല്ലോ എന്ന
സന്തോഷത്തോടെ മടങ്ങിയവർ. പോകുന്ന പോക്ക് മുഴുവനും നമ്മെ അതിശയിപ്പിക്കുന്ന സംഭവ വികാസങ്ങൾ നമുക്ക് കാണാൻ പറ്റി. നാം ഒന്ന് ചിന്തിക്കണം. ഈ പറയപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി വളരെ ഗൗരവത്തോടെ നാം മനസ്സിലാക്കേണ്ട പല ക്ലിപ്പിംഗ്സും എനിക്കിപ്പോൾ കാണിക്കേണ്ടതുണ്ട്. ഈ എല്ലാ വിഷയങ്ങളും തീരുമോ എന്ന് സംശയവുമാണ്. പക്ഷെ നിങ്ങളൊന്ന് കാണണം, നിർബന്ധമായും അറിയണം. എന്തൊരത്ഭുതമാണ് അവിടെ കണ്ടത്, എത്ര അതിശയമാണ് ആ സാഹചര്യം. മഹാനവറുകൾ നമ്മോട് വിട പറഞ്ഞ ശേഷം രാത്രി 10 മണിയോടെ കണ്ടേ പറ്റുള്ളൂ എന്ന നിർബന്ധ ബുദ്ധിയോടെ ഞാൻ ചെന്നു. ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. 10 മണിക്ക് യാത്ര തിരിക്കുമ്പോൾ അവിടുത്തെ പ്രവർത്തകർ പറഞ്ഞു, 3 കിലോമീറ്റർ അപ്പുറത്തേക്ക് വണ്ടിയിട്ടിട്ട് നടക്കേണ്ടി വരും. എന്തോ ആട്ടെ, നടക്കണം. മാസങ്ങൾക്ക് മുൻപ് മദിരായി കൽത്തറ ഉസ്താദ്, അല്ലാഹു ആഫിയത്തോടെ ദീർഘായുസ്സ് കൊടുക്കട്ടെ, ഉസ്താദ് അവരുടെ ദറസിൽ വെച്ചുകൊണ്ട് വലത്തെ കയ്യന്റെ നെറ്റിയിൽ ഒരല്പം ശക്തിയോടെ ഒരടിയടിച്ചിട്ട് നീ പോയി ക്ലാസ് എടുക്കടാ എന്ന് പറഞ്ഞതിന്റെ ചെറിയൊരു വേദനയും അടിയോടുകൂടി എന്തോ ചെവിയിലൂടെ കിളി പറന്നു പോയ അനുഭവവും ലക്ഷങ്ങൾ വരും. നിങ്ങൾ കാണണം. ഇതുപോലെ 37 തവണയാണ് ജനാസ സംസ്കാരം നടന്നത്. എന്നിട്ട് നേതാക്കന്മാർ പറഞ്ഞു, മതി, ഇനി നിർത്ത്, ഇനി ഇടലിലാണ്. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാണാം, വലിയ ബിരിയാണി ചെമ്പിന്റെ മുകളിൽ മൂടാൻ വെക്കുന്ന പാത്രം ഉണ്ടല്ലോ, ആ പാത്രത്തിൽ ഡിസ്പോസിബിൾ ഗ്ലാസ് നിരത്തി വെച്ചിട്ട് വെള്ളമൊഴിച്ച് പോകുന്ന വണ്ടികളിലെ ആളുകൾക്ക് മുഴുവനും വെള്ളം കുടിപ്പിക്കുകയാണ് നാട്ടുകാർ. മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ഹൈന്ദവ സഹോദരങ്ങളൊക്കെ എത്രയോ പേർ. വെളുപ്പും സമയത്തും ഇങ്ങനെ ഒഴുക്ക്. ഏട്ടിക്കുളം എന്ന സ്ഥലത്തെ ലോകം അറിഞ്ഞ സമയം ഹൈന്ദവ സഹോദരങ്ങളുടെ വീടിന്റെ മുന്നിൽ ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് നിസ്കരിക്കുന്ന രംഗമാണ് നിങ്ങളെ കാണുന്നത്. ആളുകൾ വെളുപ്പിക്കുന്ന ആൾക്കാർ ഉള്ളിലൊരു സന്തോഷം. എന്നാൽ സയ്യിദ് അവർ വിട്ടുപിരിഞ്ഞ വിഷമം വേറെയും. മുസ്ലിം സഹോദരങ്ങളും വഴിയിൽ ഉയരം കലുക്കുന്നവരാണ് നിന്നത്. അത്ഭുതം അവിടെ നടന്നത്. കിലോമീറ്ററോളം ആ റൂട്ടങ്ങ് സ്തംഭിച്ചുപോയി. ആ കാണുന്നത് വെള്ള വിരിച്ച റോഡല്ല, വെളുക്കും സമയത്ത് ഞാനുള്ള ഓട്ടം. ഇത് കാണുമ്പോൾ ചിന്തിച്ചു പോകും, ഈ ബസ്സിലുള്ള ആൾക്കാർ എപ്പോഴും അവിടെ എത്താനാണെന്നല്ലേ. ഇറങ്ങി നടക്കലായിരിക്കും ഭേദമെന്ന് പുറകിൽ തൂങ്ങിക്കുന്ന മനുഷ്യനോട് പറയാൻ തോന്നുകയാണ്. അത്രത്തോളം ജനങ്ങൾ ഇങ്ങനെ തിങ്ങി നിറങ്ങിക്കൊണ്ട് ആ പരിസരത്തേക്ക് കുതിച്ചൊഴുകിയ രംഗം എന്റെ പ്രിയപ്പെട്ടവർ കാണണം. മഹാനവറുകൾ സയ്യിദവറുകൾ അന്തിയിറങ്ങുന്ന മണ്ണാണ്. പലപ്പോഴും ചിന്തിക്കാറുണ്ട് ആ വാക്കിന്റെ പവർ. അവരുടെ മാസം വന്നാൽ എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ അവരുടെ മദ്ഹ് പറയാതിരിക്കില്ല. ഒരു നിയോഗം എന്നോണം മഹാനായ താജുൽ ഉലമ നമ്മെ വിട്ടുപിരിഞ്ഞത് റബീഉൽ ആഖിർ 1-ന്. റബീഉൽ ആഖിർ നമ്മോട് റബീഉൽ ആഖിർ 2-ന് വിട പറഞ്ഞു. മഹാനായ റഈസുൽ മുഹഖ്ഖീൻ കണ്ണിയത്ത് ഉസ്താദ്, അല്ലാഹു ദർജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. മഹാന്മാരൊക്കെ എത്ര അത്ഭുതമായി ലോകത്ത് കാണിക്കുന്നത്. നമ്മൊന്ന് ചിന്തിക്കണം കേട്ടോ. മഹാനവറുകളുടെ ജനാസ കൊണ്ടുപോകുന്നത് കണ്ടാലുണ്ടല്ലോ, ഒഴുകിപ്പോകുന്നത് പോലെ മലക്കുകൾ കൊണ്ടുപോകാൻ പറ്റില്ല. പോകുന്നത്
എത്രയോ വേദനിപ്പിക്കുന്ന, നമുക്കൊരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങൾ നൽകിയിട്ടാണെങ്കിൽ നാമൊക്കെ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടത്, നാമൊക്കെ മരിച്ചാലും ജനാസ മണ്ണ് തിന്നുന്നതല്ല. സീയിങ് ഇസ് ബിലീവിങ്. കണ്ടു മനസ്സിലാക്കാം. قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون فرحين بما آتاهم الله من فضله فرحين بما قتلانا في الجنة وهم لا إله إلا الله عبده ورسوله ورائحة المسك تفوح من القبر. لا إله إلا الله محمد رسول الله. ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون. القبر تفوح منه رائحة المسك. هؤلاء شهداءنا كأنهم تو استشهدوا. لا حول ولا قوة. الله أكبر والعزة لله. الله أكبر. الله أكبر والعزة لله. കസ്തൂരിയുടെ സ്മെല്ല് ശരീരത്തിൽ നിന്ന് പുറത്തു വരാൻ تفوح منهم رائحة المسك. هؤلاء شهداءنا. هذه رائحة تفوح منهم في ملابسهم. هؤلاء شهداءنا. هؤلاء هم شهداءنا. الله رب العالمين. ഇതൊക്കെ വളരെ സത്യമായി നേർക്കുനേർ കാണാൻ പറ്റുന്ന തെളിവുകളോടെ എന്റെ പ്രിയപ്പെട്ടവർ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ശാസ്ത്രമുണ്ട് ഈ പ്രതിഭാസത്തെ വിശദീകരിക്കാൻ. ലോകത്തേത് സയന്റിഫിക് തിയറി, ശാസ്ത്ര സിദ്ധാന്തമുണ്ട് നിങ്ങൾ ഈ കണ്ടത് ഈ പ്രതിഭാസത്തെ വിശദീകരിക്കാൻ? ഇല്ല കേട്ടോ, അങ്ങനെയൊന്നില്ല. ശാസ്ത്രത്തിന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത നിരവധി അനവധി അനുഭവങ്ങളും പ്രതിഭാസങ്ങളും ലോകത്തുണ്ട്. ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കി അതോടൊപ്പം ഈ വിഷയത്തെ ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി ജനാസയും ഇതുപോലെയാണ്. കുപ്പിച്ചുല്ല് പോലെ ബഹുമാനിക്കാൻ നമുക്ക് പറ്റണം. അവരുടെ കൈപിടിച്ചൊന്ന് ദുആക്ക് വസിയത്താക്കാൻ പറ്റണം. ആലിമീങ്ങളെ സ്നേഹിക്കണം, അവരുടെ പൊരുത്തം കിട്ടണം, ഗുരുത്വം കിട്ടണം. വളരെ ഗൗരവത്തോടെ ഈ വിഷയം ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. നാം ഒക്കെ മരിക്കാനുള്ളവരാണ്. ഏത് സമയത്താണ് നാം മരിക്കുക എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. അത്തരത്തിൽ നമ്മുടെ തൊട്ടുപുറകെ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം ഉണ്ട് എന്നൊക്കെ നാം തിരിച്ചറിഞ്ഞു. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിന്റെ മണിച്ചപ്പിൽ ഒരിക്കലും മായാത്ത മുദ്രയായി ഈ ചിത്രം കിടക്കുന്നുണ്ട്. ഇതുപോലൊരു യാത്ര നമുക്ക് പോവേണ്ടതുണ്ട്, നിർബന്ധമായും പോവേണ്ട യാത്ര. ആ മയ്യത്ത് കട്ടിൽ കിടക്കുന്ന ജനാസ അത് നമ്മുടെ ഓരോരുത്തരുടേതുമാണ്. നമ്മെ ഈ ലോകത്തോട് വിട പറയിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ യാത്രയാകുന്ന ഒരു ദിവസമുണ്ട്, നമ്മെ ഏന്തിക്കൊണ്ടുപോകുന്ന ഒരു ദിവസമുണ്ട്. അവസാനത്തെ യാത്രയാണ്. 6 കാലുള്ള കട്ടിലേക്ക് കിടത്തിയിട്ട് നമ്മയും കൊണ്ടങ്ങ് പോകും. ശേഷം ഖബറിലേക്ക് എത്തിക്കും. ഖബറിലെ കഴിയുമ്പോൾ അനുഭവങ്ങൾ വിശദീകരിക്കൂ. നാം കണ്ടു, ഖബർ ഒരു പിടുത്തം പിടിക്കും, ഒരാൾക്കും ഒഴിവില്ലാത്ത പിടുത്തം. ആ പിടുത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹബീബിന്റെ ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ
സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ. ആ ഖബറിന്റെ ഉള്ളിൽ മണ്ണിൽ ജീവിക്കാൻ അല്ലാഹു അവസരം കൊടുത്ത സാധനങ്ങളാണ്. ഒരു മനുഷ്യന്റെ ദുശ്ചെയ്തികൾ മുഴുവനും ഖബറിൽ അവന് ക്ഷുദ്രജീവികളുടെ കോലത്തിലേക്ക് കടന്നു വരും. ദുശ്ചെയ്തം ചെയ്താൽ മതി. ഖബറിന്റെ ഉള്ളിലേക്ക് ഒരു പാമ്പ് വരുന്ന രംഗം, ഖബറിന്റെ ഉള്ളിൽ ഒരു പഴുതാര മനുഷ്യനെ ആക്രമിക്കുന്ന രംഗം, തേളുകൾ കൊണ്ട് നിറയ്ക്കപ്പെടുന്ന ഖബർ, ഇതൊക്കെ ചിന്തിക്കുമ്പോ ഇതൊക്കെ സാധ്യമാണോ? ഈ ലോകത്ത് ഇതൊക്കെ നടക്കുന്നതാണോ? ബുദ്ധിയുള്ള മനുഷ്യരോട് ഇതൊക്കെ പറയാൻ പറ്റുമോ? യുക്തിപരമായി ചിന്തിക്കുന്നവർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന ശിക്ഷകളാണ് ഖബറിന്റെ ശിക്ഷകളായിക്കൊണ്ട് മതം പഠിപ്പിക്കുന്നത്. ഖബറിലെ ശിക്ഷകൾ യുക്തിപരമായി ചിന്തിക്കുന്നവർക്ക് പോലും പറ്റും. ഖബറിന്റെ ഉള്ളിലുള്ള സന്തോഷങ്ങളെ യുക്തി കൊണ്ട് പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഖബറിന്റെ ഉള്ളിൽ ജനാസ ജീർണിക്കുന്നില്ല. ഏത് യുക്തി, ഏത് ശാസ്ത്രം ഒട്ടും പറ്റുന്നില്ല. അതേസമയം ശിക്ഷകൾ ഒന്ന് ഓർത്തു നോക്കൂ. ഒരു മനുഷ്യൻ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങൾ പോലും അവന്റെ ശരീരത്തെ സ്വാധീനിക്കുന്നുണ്ട്. കിടന്നുറങ്ങുന്ന മനുഷ്യൻ കാണുന്ന സ്വപ്നം അവനെ ഒരു പാമ്പ് ഓടിച്ചിടുന്നു എന്ന് കാണുക, ഒരാന കുത്താൻ ഓടിച്ചിടുന്നു എന്ന് കാണുക. കിലോമീറ്റർ അപ്പുറത്തേക്ക് ഏത് വെയിറ്റിനെയും തെറിപ്പിക്കാൻ പറ്റുന്ന ശക്തിയുള്ള തുമ്പിക്കൈ. അതേസമയം ഈ കാണുന്ന മണ്ണിലേക്ക് നിങ്ങൾ ഒരു മൊട്ടുസൂചി ഇട്ട് കൊടുത്താൽ കൃത്യമായി മൊട്ടുസൂചി പെറുക്കിയെടുക്കാൻ പറ്റുന്ന സൂക്ഷ്മതയുള്ള തുമ്പിക്കൈ. ആന വല്ലാത്തൊരു പടപ്പാണ്. ഈ സാധനം ഓടി വരികയാണ്, തട്ടിയിട്ട് കുത്താൻ വേണ്ടിയിട്ട് ഓടി വരുന്ന ആന. എത്രയോ ചിത്രങ്ങൾ നിങ്ങളൊക്കെ കണ്ടു കാണും, എത്രയോ അനുഭവങ്ങൾ കേട്ട് കാണും, എത്രയോ വീഡിയോ ക്ലിപ്പിംഗ്സ് ഒക്കെ കണ്ടവരായിരിക്കും എന്റെ മുന്നിലുള്ളത്. ആന ഓടിച്ചിട്ട് കുത്തുന്ന രംഗമൊക്കെ. ഒരു ആന കുത്താൻ ഓടിച്ചിടുന്ന രംഗം നേർക്കുനേർ അനുഭവിക്കുന്നവന്റെ ശരീരത്തിൽ 5 മാറ്റങ്ങളുണ്ട്. 5 മാറ്റങ്ങൾ. 1, അവന്റെ ഹൃദയമിടിപ്പ് കൂടും. 2, അവന്റെ ശ്വാസോച്ഛ്വാസത്തിന്റെ ഗതി കൂടും. 3, തൊണ്ടയിലെ വെള്ളം പറ്റും. 4, കൃഷ്ണമണികൾ വികസിക്കും. 5, വിയർക്കാൻ തുടങ്ങും. ഒരു ഭീകര രംഗം നേർക്കുനേർ കാണുന്നവന്റെ അടുത്ത് വരികയാണ്. ശ്വാസോച്ഛ്വാസം കൂടുകയാണ്. 2, മൂന്നാമതായി കാണാൻ പറ്റും, തൊണ്ടയിലെ വെള്ളം പറ്റും. 4, അവന്റെ കൃഷ്ണമണികൾ വികസിക്കും. 5, വിയർക്കാൻ തുടങ്ങും. നേർ ഒരു അപകടം കാണുന്നവന് ഈ അനുഭവങ്ങളാണ് ശരീരത്തിൽ ഉള്ളതെങ്കിൽ അവൻ രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒരു ആന കുത്താൻ ഓടിച്ചിടുന്നു. സ്വപ്നം കണ്ട് കിടന്നുറങ്ങുന്നവന്റെ നെഞ്ചിടിപ്പ് കൂടുന്നില്ലേ? ശ്വാസോച്ഛ്വാസത്തിന്റെ ഗതി കൂടുന്നില്ലേ? അവന്റെ തൊണ്ടയിലെ വെള്ളം പറ്റുന്നില്ലേ? ചാടി എഴുന്നേച്ചാൽ ഒരു മൊന്ത വെള്ളം കുടിക്കും. വെള്ളം പറ്റുന്നു. ഉറങ്ങുകയാണെങ്കിലും കണ്ണിന്റെ കൃഷ്ണമണി വികസിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നോടുന്നു. റൂമിൽ തണുത്തുന്നവന്റെ അവൻ സ്വപ്നം കണ്ടുപോലും ശാരീരിക സ്വർഗവും നരകവും പിന്നീടാണ്. വിധി നിർണായക ദിവസത്തിന് ശേഷമാണ്. ഈ ബർസഖി ലോകത്തിൽ നമുക്ക് ഉറക്കം എന്നാൽ മരണത്തിന് തുല്യമാണ്. അൽഹംദുലില്ലാഹി അൽദി യഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ. ബഅദമാ അമാതനാ, മരണമാകുന്ന ഉറക്കത്തിൽ നിന്നും, ഉറക്കത്തെ തൊട്ട് ഉറക്കത്തിന് ശേഷം, ആ മരണത്തിന് ശേഷം എന്നെ എഴുന്നേൽപ്പിച്ച അല്ലാഹുവിനാകുന്നു സ്തുതി. റബ്ബിനെ സ്തുതിക്കുകയുമായി ബന്ധമുണ്ട്. അത് ശരീരത്തെ നേർക്കുനേർ അനുഭവിക്കുന്ന തരത്തിലേക്ക് കണ്ടോ? എന്നാൽ ശരീരത്തിന് നേർക്കുനേർ കിട്ടുന്നത് പോലെ അല്ലേ യുക്തിചിന്തകൾ പോലും ഈ അവസ്ഥയിലേക്കൊന്ന് തിരിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി യുക്തി അങ്ങ് മാറിയിട്ട് മതത്തിലേക്ക് തിരിച്ചു വരും. ഈ ലോകമാണ് കേട്ടോ ഖബർ. ആ ഖബറിനെ പറ്റി ഇടക്കൊന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റണം. ആ കൂട്ടത്തിൽ നമുക്കറിയാം, ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളമുള്ള നിർബന്ധ ബാധ്യതയാണ് 5
യഥാർത്ഥത്തിലുള്ള സ്ഥാനത്തെപ്പറ്റി ഗൗരവപരമായ ചർച്ചകൾ നടത്തിയ പണ്ഡിതന്മാരുണ്ട്. കാടുകളും കിട്ടിയത് ഒരു പലക കഷ്ണത്തിലാണെങ്കിൽ ആ പലക കഷ്ണത്തിൽ പിടിച്ചു കിടന്നുകൊണ്ട് ആ നേരത്തെ ആ വഖത്തിലെ നിസ്കാരം കണ്ണുകൊണ്ടെങ്കിൽ കണ്ണുകൊണ്ട്, മനസ്സുകൊണ്ടെങ്കിൽ മനസ്സുകൊണ്ട് ഖളാഅാക്കാതെ നിസ്കരിക്കണം എന്ന നിബന്ധനയുള്ളവനാണ് മുസ്ലിം. രക്ഷപ്പെട്ടാൽ മടക്കി നിസ്കരിക്കണം എന്ന അവസ്ഥയിലും പിടുത്തം കിട്ടിയത് പലക കഷ്ണമാണോ, അതിനൊരു സാഹചര്യം മനസ്സുകൊണ്ടെങ്കിലും നിസ്കരിക്കാൻ കിട്ടിയോ, കണ്ണുകൊണ്ടെങ്കിലും നിസ്കരിക്കാൻ കിട്ടിയോ, അത് നിങ്ങൾ ഖളാഅക്കരുതെന്ന് പഠിപ്പിക്കുന്ന മതം. നിസ്കാരം ഖളാഅക്കി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താ? ആഖിബത്ത് വളരെ മോശമാണ്. ജീവിതത്തിൽ മനുഷ്യ ഖബറിലേക്ക് ധീരൻ, ധീരൻ ഈ പാമ്പിലേക്ക് വരും. യുക്തിപരമായി ചിന്തിക്കുന്നവരും ചിന്തിക്കൂ, ഇതുപോലൊരു പാമ്പ് സ്വപ്നത്തിൽ കണ്ടാലുള്ള അവസ്ഥ എന്താ? ശരീരത്തെ ബാധിക്കുന്നില്ലേ? അതിന്റെ പല്ലുകൾ 70 മുഴം നീളമുള്ള പല്ലുള്ള പാമ്പിന്റെ പത്തിയപ്പ് എത്ര വലുതായിരിക്കും? സുബ്ഹാനല്ലാഹ്. ഇതുപോലൊരു സാധനം സ്വപ്നത്തിലേക്ക് കടന്നു വന്നാൽ പോലും ആ പാമ്പ് ആ മനുഷ്യനെ കൊത്തും, അനുസ്യൂതം കുത്തും. സുബ്ഹി നിസ്കരിക്കാത്തത് കൊണ്ട് ളുഹർ വരെയും, ളുഹറിന്റെ കാരണത്താൽ അസ്ർ വരെയും, അസ്റിന്റെ കാരണത്താൽ മഗ്രിബ് വരെയും, മഗ്രിബിന്റെ കാരണത്താൽ ഇശാ വരെയും, ഇശാ നിസ്കരിക്കും. എന്റെ നാഥൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുകയും ഈ പാമ്പ് മനുഷ്യനെ കൊത്തുകയും അത് തുടരുകയും ഓരോ കൊപ്പിലും 70 മുഴത്തോളം അവൻ ഭൂമിയിലേക്ക് ആണ്ടുപോവുകയും ചെയ്യുമെന്നാണ് ഹദീസ്. ഈ രംഗമൊന്ന് സ്വപ്നത്തിൽ കണ്ടാൽ പിന്നെ 3 മാസത്തേക്ക് ഉറങ്ങൂല. കണ്ണടച്ചാൽ ഈ രംഗം ഓർമ്മ വരും. അത്ര ഗൗരവമാണ് ഈ പറയപ്പെട്ട വിഷയങ്ങളുടെ പ്രസക്തി. നാം ചിന്തിക്കണം. ക്ഷുദ്രജീവികൾ കബറിലേക്ക് വരുമെന്ന് പറയുമ്പോൾ ഒരു സ്വപ്നം കാണുന്ന അവസ്ഥയെ പോലും നമുക്ക് ഉപമിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് നാം കണ്ടിട്ടുള്ള ക്ഷുദ്രജീവികൾക്കൊക്കെ എന്ത് വലിപ്പം ഉണ്ടായിട്ടുണ്ട്, എത്ര വലിപ്പമുണ്ട് നാം ഒന്ന് കാണണം. എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്ത് ചാലക്കൽ എന്ന സ്ഥലമുണ്ട്. ചാലക്കൽ എന്ന സ്ഥലത്ത് സഹോദരിമാർ തഹജ്ജുദ് നിസ്കാരം തുടങ്ങാൻ കാരണമായ ഒരു വീഡിയോ ക്ലിപ്പിംഗ് നിങ്ങൾക്കിപ്പോൾ കാണാം. ക്ഷുദ്രജീവികളെ കൊണ്ട് കബറിടം നിറയ്ക്കപ്പെടും. ഈ ലോകത്തുള്ള ക്ഷുദ്രജീവികളെ പോലെയല്ല ആഖിറത്തിലേക്കുള്ള സാധനങ്ങൾ. ഈ ലോകത്ത് കാണുന്നതിനേക്കാൾ വലിയ സാധനമാണ്. ഈ ലോകത്തുള്ള സന്തോഷങ്ങളെക്കാൾ എത്രയോ വലുതാണ് ആഖിറത്തിലെ സന്തോഷം. ഇവിടെ നമുക്ക് ഭക്ഷണം എടുത്തു കഴിക്കാം, ആസ്വദിക്കാം. അവിടെ ആഗ്രഹിക്കുമ്പോൾ തന്നിലേക്ക് ചാഞ്ഞു വരുന്ന ഫലങ്ങൾ ഉള്ള വൃക്ഷങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ചാഞ്ഞു വരും. ഓരോ വൃക്ഷവും ഓരോ ഫലവും പറിക്കാം. ഓരോ തവണ കഴിക്കും തോറും ടേസ്റ്റ് മാറി വരും. എത്ര സുന്ദര ലോകം. ശിക്ഷകളും ഇതുപോലെ തന്നെ. ദുനിയാവിൽ തന്നെയുള്ള വലിയ സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. ഒരു പഴുതാര ഉദാഹരണം. നമ്മുടെയൊക്കെ ലോകത്ത് നാം കണ്ടിട്ടുള്ള പഴുതാരയ്ക്ക് എന്ത് വലിപ്പമുണ്ടെന്ന് ചിന്തിക്കണം. നാം പോലും കണ്ടിട്ടില്ലാത്ത, എന്നാൽ ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചിരിക്കുന്ന പഴുതാര. 6 കിലോഗ്രാമോളം ഭാരം, 6 കിലോ ഭാരമുള്ള പഴുതാര. ഒന്ന് ചിന്തിക്കണം. എന്തായിരിക്കും അതിന്റെ മസിലിന്റെ പവർ? നാഷണൽ ജിയോഗ്രാഫിക് ചാനൽ പുറത്തുവിട്ടു 480 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് നിൽക്കാൻ പറ്റും. വിഷയം വേറെയാണ്. പക്ഷേ ഈ ലോകത്ത് അത്രയും വർഷങ്ങൾക്ക് മുൻപ് മുതൽ ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ കാണുന്നു എന്ന് വ്യക്തമായി തെളിയിച്ചുകൊണ്ട് വീഡിയോ ക്ലിപ്പിംഗുകളുടെ നാഷണൽ ജിയോഗ്രാഫിക് ചാനൽ നമ്മുടെ മുന്നിലേക്ക് വിടുന്നു. ലോകത്തേക്ക് വെച്ച് ഏറ്റവും വലിയ പഴുതാര. Giant tropical centipedes share their territories with tarantulas. This 10-inch specimen is no exception. Despite its impressive length, it's a nimble navigator and spends most of its life patrolling the ground for food. Centipedes are among Earth's oldest terrestrial animals. These primeval creatures have existed for about 400 million years, and some can be highly venomous. Like the tarantula, this centipede is a predator. ഈ പോക്ക് ഏറ്റവും വിഷമുള്ള ചിലന്തിയാണ്. ടാരന്റുല എന്ന വിഭാഗത്തിൽപ്പെട്ട ചിലന്തി. ഇതിന്റെ വിഷം മനുഷ്യ ശരീരത്തിൽ പറ്റിക്കഴിഞ്ഞാൽ നാളുകളോളം ഉണങ്ങാത്ത വ്രണമുണ്ടാക്കാൻ പറ്റുന്ന വിഷമുള്ള ചിലന്തിയെ പിടിച്ചു തിന്നാനുള്ള പഴുതാരയുടെ പോക്കാണ്. അപ്പോൾ എന്താണ് പഴുതാരയുടെ കഴിവ്, പവർ? നാം ഒന്ന് ചിന്തിക്കണം. ഖബറിന്റെ ഉള്ളിൽ ഒരു മനുഷ്യനെ ഇങ്ങനെ ഒരു സാധനം പിടിച്ചുകൂട്ടുന്ന രംഗം. ഒരുവന്റെ ദുഷ്ചെയ്തികൾ ക്ഷുദ്രജീവികളുടെ കോലത്തിലേക്ക് വരും. അവൻ ഒരുപക്ഷെ കളവ് ചെയ്തത്, കൊലപാതകം നടത്തിയത്, വ്യഭിചരിച്ചത്, മാതാപിതാക്കളെ വിഷമിപ്പിച്ചത്, പണ്ഡിതന്മാരെ ചീത്ത പറഞ്ഞത്,
ഗീബത്തും നമീമത്തും പരത്തിയത്. അല്ലാഹു അഅലം. നമ്മുടെ ഏതൊക്കെ ശിക്ഷകളാണ്, ഏതൊക്കെ ക്ഷുദ്രജീവി പ്രപ്പോസലിന്റെ ഉള്ളിൽ പിടിച്ചും. യുക്തിപരമായി ചിന്തിക്കുന്നവന് പോലും ചിന്തിക്കാൻ പറ്റുന്ന ഉദാഹരണം, അല്ലാഹുവിന്റെ വിശുദ്ധ മതം ഉറക്കത്തെ പോലും മരണത്തോട് ബന്ധിച്ചിരിക്കുന്നു. ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങളെ പോലും മരണശേഷമുള്ള അനുഭവങ്ങളുമായി തരുന്ന ഈ ലോകം. അവിടെ നേർക്കാണുകളല്ല, അനുഭവങ്ങളുണ്ട്. നേർക്കുനേറുള്ള യഥാർത്ഥ സ്വർഗവും നരകവും വിധി നിർണായക ദിവസത്തിന് ശേഷമാണ്. അതുവരെ കിട്ടാൻ പോകുന്നതിനെ കണ്ടുകൊണ്ട് പീഡിപ്പിക്കുന്ന സ്ഥലം, കിട്ടാൻ പോകുന്ന വലിയ വലിയ നന്മകളും സന്തോഷങ്ങളും കണ്ടുകൊണ്ട് സന്തോഷിച്ച് കിടന്ന് ഖിയാമത്ത് എത്രയും പെട്ടെന്ന് വന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന സ്ഥലം. രണ്ടരുകോലത്തിലേക്കാണ് ആളുകൾക്ക് ഈ പറയപ്പെട്ട സ്ഥലം ഉള്ളത് എന്ന് നാം തിരിച്ചറിയണം. നിസ്കാരം അവർക്ക് 15ഓളം ശിക്ഷകളുണ്ടെന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണം. ഒരുവന്റെ അമലുകൾ സ്വീകരിക്കപ്പെടാനുള്ള ഏറ്റവും മിനിമം യോഗ്യത അവൻ നിസ്കാരം നിലനിർത്തുക എന്നതാണ്. നിസ്കാരം ഒഴിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവരുത്. നിസ്കാരം ഒഴിവാക്കിയാലുള്ള 15 ശിക്ഷകളെയും ചിത്രീകരിക്കുകയും വീഡിയോ ക്ലിപ്പിങ്ങുകളിലൂടെ നമുക്ക് ഉദാഹരിക്കാൻ പറ്റുന്ന രംഗങ്ങളിലൂടെ മനസ്സിലാക്കി തരികയും ചെയ്യുന്ന സെക്ഷൻ ഇൻഷാ അല്ലാഹ് കൊടുങ്ങല്ലൂർ പരിസരത്ത് തന്നെ എനിക്ക് തോന്നുന്നു വരുന്ന ഇവിടെ മാടവനയിൽ നടക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അത് ആ സമയം എന്റെ പ്രിയപ്പെട്ടവരൊക്കെ അതിൽ വന്നൊന്ന് പങ്കെടുക്കണം. എന്തിനു വേണ്ടി? അത് കണ്ടാലെങ്കിലും നിസ്കാരം നിലനിർത്താൻ തുടങ്ങാൻ നമുക്ക് പറ്റണം. എന്തുമാകട്ടെ, അതിലേക്ക് ഒരു പക്ഷേ അള്ളാഹു നമുക്ക് ആയുസ് ഇട്ട് തരുമോ എന്ന് ഉറപ്പില്ലല്ലോ. അള്ളാഹു നമുക്കെല്ലാം ദീർഘായുസ്സോടെ ആഫിയത്തോടെ ദീർഘായുസ് നൽകട്ടെ. എങ്കിലും ആ ഒരു വിഷയം ഗൗരവമാണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ പറഞ്ഞ 1-2 പോയിന്റ് വെച്ചുകൊണ്ട് തന്നെ നാളെ സുബഹി തൊട്ട് അതല്ലെങ്കിൽ ഇന്ന് ഇശാ തൊട്ട് നമ്മുടെ നിസ്കാരം നിലനിർത്താൻ ഒരുവന്റെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാനുള്ള മിനിമം യോഗ്യത നിസ്കാരം നിലനിർത്തലാണ്. അതല്ലെങ്കിൽ അത് ചെയ്യുന്ന കർമ്മങ്ങൾ മുഴുവനും വേസ്റ്റാണ്. ദീനിനു വേണ്ടി ഒരുപാട് ഓടി നടക്കും, യതീം പിള്ളേരെ സഹായിക്കും, മതത്തിനു വേണ്ടിയിട്ട് എല്ലാ സംഭാവനകളും ചെയ്യും, നിസ്കരിക്കൂല. ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മുഴുവനും നഷ്ടത്തിലാണെന്ന് മതം പഠിപ്പിക്കുന്നു. വെള്ളത്തിൽ വരച്ച വരകളാണെന്ന് മതം പഠിപ്പിക്കുന്നു. നിസ്കാരം നിലനിർത്തലാണ് അവന്റെ കർമ്മങ്ങൾ സ്വീകാര്യയോഗ്യമാകാനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ. വളരെ വ്യക്തമായി മതം പഠിപ്പിച്ചിട്ടുണ്ട്. കുഫറിനും സത്യനിഷേധത്തിനും ഈമാനിനും ഇടയിലുള്ള മറയാണ് നിസ്കാരം. വളരെ ഗൗരവപൂർവമായ തീരുമാനമെടുത്ത് ഈ മജ്‌ലിസിന്റെ റിസൾട്ട് ഇൻഷാ അല്ലാഹ് നാളെ സുബഹിക്ക് നിങ്ങളുടെ പള്ളിയിൽ കാണണം. നാളെ സുബഹിക്ക് ഇൻഷാ അല്ലാഹ് നേരത്തെ എത്തി ആ നിസ്കാരത്തിൽ ജമാഅത്തായി കൂടാൻ നമുക്ക് പറ്റണം. ഈ പ്രഭാഷണം കേൾക്കുന്ന കൊച്ചുകുട്ടികൾ, ഒരു 10 വയസ്സുള്ള മക്കളൊക്കെ ആ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ എഴുന്നേറ്റ് നിങ്ങളുടെ വാപ്പയും ഉമ്മയൊക്കെ എഴുന്നേപ്പിച്ച് പിതാവിനെയും കൂട്ടിയിട്ട് നിങ്ങൾ പള്ളിയിലേക്ക് വരണം. തുടങ്ങുന്ന നിലനില മുടച്ചതിനും നിയമത്തിൽ വെച്ചെടുക്കണം. നാമൊക്കെ എന്ന് മരിക്കുമെന്ന് ഉറപ്പില്ല. മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജനാസ നിസ്കരിക്കാൻ പറ്റിയ വലിയൊരു ഗ്രൂപ്പിനെ അല്ലാഹു മജ്‌ലിസിലേക്ക് എത്തിക്കണമെങ്കിൽ വെള്ളിയ ദിവസം പ്രത്യേകിച്ചും ജുമഅക്ക് ശേഷം നിസ്കാരം കഴിഞ്ഞാൽ പൊടിയും തട്ടി എഴുന്നേറ്റ് പോവാതെ ആ മയ്യിത്തുകൾക്ക് വേണ്ടി, ആ ജനാസകൾക്ക് വേണ്ടി ആ കൂട്ടത്തിൽ നിന്നിട്ടൊരു ജനാസ നിസ്കരിച്ച് അവന്റെ ആഖിറത്തിലേക്ക്, അവരുടെ ആഖിറത്തിലേക്ക് എന്റെ ഒരു നിസ്കാരം കൊണ്ട് എന്തെങ്കിലും കൂലി കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്ന ഉദ്ദേശത്തിൽ നമ്മെ അറിയാത്ത ഒരുപാട് ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ ലോകത്ത് വെച്ച് ജനാസ നിസ്കരിക്കാൻ നമുക്ക് പറ്റണം. നാം മരിച്ചു കഴിയുമ്പോൾ നമ്മെ അറിയാത്ത, ഒരുപക്ഷെ നാം അറിയാത്ത ലക്ഷക്കണക്കിന് ആളുകൾ ഒരുപക്ഷെ ഇവിടെ ഇരുന്നു കൊണ്ടും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ടും നമുക്ക് വേണ്ടിയിട്ട് ദ്വാരക്കും നിസ്കരിക്കും. താജുൽ ഉലമയ്ക്ക് വേണ്ടിയിട്ട് നിസ്കരിച്ചവരുടെ എണ്ണം എത്രയാണെന്ന് നാം കണ്ടു. താജുൽ ഉലമയെ കാണാൻ വേണ്ടിയുള്ള പോക്കിനിടയിൽ എന്റെ മൊബൈലിലേക്ക് വന്ന വാട്സാപ്പ് മെസ്സേജുകൾ, ഓരോ സ്ഥലത്തു നിന്നും ആളുകൾ ചൊല്ലിത്തീർത്ത തഹ്ലീലിന്റെ പ്രവാഹം, ഇരത്തിൽ കുറയാതെ ഓരോരുത്തരും എണ്ണിത്തീർത്ത തഹ്ലീലുകളുടെ എണ്ണം വാട്സാപ്പിൽ ഇങ്ങനെ നിറഞ്ഞു വരുന്ന രംഗം ഞാൻ കാണുകയാണ്. എത്രയോ വലിയ ഭാഗ്യമാണ്. അല്ലാഹു അവരുടെ ദറജകൾ വീണ്ടും വീണ്ടും ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരുടെ അർവാഹിനെ കൊണ്ട് അല്ലാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവർ ചിന്തിക്കണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നാം ഓരോരുത്തരും ജാഗരൂകരാകണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. അതോട് ഒരിക്കൽ കൂടി ആഹ്വാനം ചെയ്യുന്നു. നിർബന്ധമായും ഈ സദസ്സിന്റെ റിസൾട്ട് നാളെ കാണേണ്ടത്
സദസ്സിന്റെ വിജയം ഇവിടെ കൂടിയ ആളുകളിലല്ല. കൂടിയ ആളുകളെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ കുറെ ആളുകൾക്ക് ഇയാളിപ്പം എന്താ കാണിക്കാൻ പോകണമെന്ന് അറിയാൻ വേണ്ടി വീഡിയോ ക്ലിപ്പിംഗ് കാണാനായിരിക്കും. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവർ ചിന്തിക്കൂ, ഈ മജ്‌ലിസിന്റെ ഏറ്റവും വലിയ വിജയം നാളെ സുബഹിക്ക് നാം പള്ളിയിലെത്തുന്നതിലാണ്, മരിക്കുമെന്ന് ഉറപ്പോടെ കിടന്നുറങ്ങുന്നതിലാണ്, അവസാനത്തെ നിസ്കാരം നിസ്കരിക്കുന്നു എന്ന് കരുതുന്നതിലാണ്, അവസാനത്തെ ഉറക്കമുറങ്ങുന്നു എന്ന് കരുതുന്നതിലാണ്. ഓരോ ദിവസവും അങ്ങനെയാകണം. അങ്ങനെയാകുമ്പോൾ ആ ചിന്തയോടെ കിടന്നുറങ്ങുന്ന കാരണം കൊണ്ട് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരും. അല്ലാഹു നന്നാക്കി തരട്ടെ എന്ന വാക്കോടെ ഈ വിനീതൻ എളിയ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. നമുക്ക് ദുആക്കും തഹ്ലീലിനുമായിട്ട് ബന്ധപ്പെട്ട സയ്യിദുകൾ ഇവിടെയുണ്ട്. അവർ കടന്നു വരും. നാം ഒരുപാട് ബഹുമാനിക്കേണ്ട ആദരിക്കേണ്ട വ്യക്തിത്വമാണ്, സയ്യിദാണ്. അവരുടെ സാന്നിധ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ മജ്‌ലിസിൽ നൽകിയിട്ടുണ്ട്. ആ തഹ്ലീലിന്റെ സദസ്സിൽ പങ്കെടുത്ത് ദുആ ചെയ്ത് വളരെ റാഹത്തായി നമുക്ക് പിരിയണം. റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയ പറഞ്ഞ കേട്ട സമയവും കാര്യങ്ങളും സ്വാലിഹായ അമലായി സ്വീകരിച്ച് നമ്മിൽ നിന്നും സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് سبحانك اللهم وبحمدك أشهد أن لا أستغفرك وأتوب إليك وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. സദസ്സിലുള്ള തലമുതിർന്ന ഉസ്താദുമാരെല്ലാവരും പണ്ഡിതന്മാരെല്ലാവരും വേദിയിലേക്ക് കയറിയിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമ്മൾ ചെറിയ ഒരു ദിക്റിന്റെ മതി, കൂടുതലൊന്നുമില്ല. എല്ലാവരും ഉസ്താദുമാർ, വളണ്ടിയേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ നാട്ടിലെ പൗരപ്രമുഖരായ ആളുകളെ ഒരാളെയും ഒഴിവാക്കരുത്. എല്ലാവരും സ്റ്റേജിലേക്ക് കയറിയിരിക്കണം. തങ്ങളുടെ കൂടെ നമുക്ക് ദുആയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് എല്ലാ പ്രായമുള്ള ആളുകളും പണ്ഡിതന്മാരും വേദിയിലേക്ക് കടന്നിരിക്കണം.